ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? നന്ദിത, ഗുഡ് ഈവനിങ്. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. ആവണി, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ എന്ന് പറഞ്ഞേ. ജൂഹി, ഓഡിബിൾ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 15 മിനിറ്റ് ലേറ്റ് ആയത് കേട്ടോ. ഓക്കെ അല്ലേ? കേൾക്കാം. ആരോഹി, ഗുഡ് ഈവനിങ്. ഓക്കെ. ആരതി, ഗുഡ് ഈവനിങ് സാർ. ഓക്കെ ആണല്ലേ? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഈ ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പൊ അധികം ടൈം വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കേട്ടോ. അതിന് മുമ്പ് ആദ്യൊരു കാര്യം പറയട്ടെ, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CGL പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. വളരെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് SSC മലയാളി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടുമിക്ക ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ഈ ഒരു ടീം കമ്മ്യൂണിറ്റിയിൽ നിന്നും വെറുതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ ആൾക്കാർ ആഡ് ചെയ്തതല്ല, പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു പഠിച്ച ഒരുപാട് പേര്, അതായത് എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവകാശപ്പെടാത്തത്രത്തോളം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്രാവശ്യം ക്വാളിഫൈഡ് ഉണ്ട്. ഇപ്രാവശ്യം എന്നാൽ എല്ലാ വർഷവും തന്നെയാണ് അവസ്ഥ, പക്ഷെ ഇപ്രാവശ്യമാണ് നമ്മൾ തോന്നുന്നു പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. കാരണം സാധാരണ നമുക്ക് കഴിഞ്ഞ CGL റിസൾട്ട് വരെ നമ്മളിതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെയധികം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് കേരളത്തിൽ ആദ്യ 10ൽ 8 പേരും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഞങ്ങളാണ് കേട്ടോ. അപ്പൊ ആ സന്തോഷ വാർത്ത ആദ്യം തന്നെ ഒന്ന് പറയട്ടെ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, അടുത്ത NTPC പരീക്ഷ വരുന്നുണ്ട്. NTPC പരീക്ഷ വരുമ്പോഴും അതിന്റെ റിസൾട്ട് വരുമ്പോഴും ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് പേര് അതിൽ നിന്നും റാങ്ക് ലിസ്റ്റ് കയറട്ടെ എന്നാണ് നമ്മുടെ അടുത്ത ആഗ്രഹം കേട്ടോ. അപ്പൊ അടുത്ത നമ്മൾ RRB NTPC ആണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ ക്ലാസ്സുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ വലിയൊരു എന്താ പറയുക, കുറച്ച് സാർമാർക്ക് മാത്രം കുറെ കാര്യങ്ങൾ അറിയാം, അതിങ്ങനെ വലിയ പൈസ ഉള്ള ആൾ മാത്രം പഠിക്കട്ടെ, അങ്ങനെയൊന്നുമല്ല. പൈസ ഇല്ലാത്തവരും കണ്ടന്റ് എല്ലാവരിലേക്ക് എത്തട്ടെ, എന്നിട്ട് പഠിക്കേണ്ടവർ പഠിക്കട്ടെ, ഒരേ ഈക്വൽ കോമ്പറ്റീഷൻ വരട്ടെ, അതിൽ കഴിവുള്ളവർ മെറിറ്റിലുള്ള ആളുകൾ കയറിപ്പോട്ടെ എന്നാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ എന്തിനും നമ്മൾ റെഡിയാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. കൂടുതൽ കുട്ടികൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിലേക്ക് എത്തണം. കാരണം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ നമ്മുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ സാധാരണ എല്ലാവരും നമ്മൾ PSC, BSc, BSc, LDC എന്ന് പറഞ്ഞ് നടക്കുന്നു. ഈ RRB, SSC, UPSC പോലത്തെ, UPSC പിന്നെയുണ്ട്, പക്ഷെ RRB, SSC ഫീൽഡിലൊക്കെ RRBയും കുഴപ്പമില്ല, പക്ഷെ SSC ആണ് വളരെ കുറവ്. അപ്പൊ ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് ഒരുപാട് കുട്ടികളെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് എത്തുക. കാരണം അത്രയും നല്ല ഗ്ലാമറസ്, നല്ല നല്ല സാലറികൾ, നല്ല ഹൈ ലെവൽ പോസ്റ്റുകളാണ്. അപ്പൊ അതിലോട്ട് നമ്മളിവിടെ ആൾക്കാർക്ക് അത് അറിയില്ല. ഇനി അറിയുന്ന ആൾക്കാർക്ക് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ ക്ലാസ് കിട്ടുക, ഉള്ള ക്ലാസ്സുകൾ തന്നെ വളരെ ഹൈലി എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതൊന്നും ഒരു ബുദ്ധിമുട്ടിനി ആർക്കും വരരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത NTPC എല്ലാവരും റെഡി അല്ലേ? NTPC റിസൾട്ട് വരുമ്പോൾ എല്ലാവരും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള ഒരു ഇതുണ്ടാവില്ലേ? ഒന്ന് പറഞ്ഞേ, റെഡി അല്ലേ എല്ലാവരും? എല്ലാവരും കയറണം, നമുക്ക് റെഡി അല്ലേ എന്ന് പറഞ്ഞേ. എല്ലാവരും റെഡി എന്ന് പറഞ്ഞേ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് അവസാനത്തോട് അടുത്തിരിക്കുകയാണ്, പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരിക്കലും എവിടെയും ക്വാളിറ്റി ഡ്രോപ്പ് വരുത്തിയിട്ടില്ല. ഏതൊരു ക്ലാസ് ആയാലും അതിൽ NTPC ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൽ നമുക്കറിയാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡുകൾ തന്നെ നമ്മൾ റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. പറഞ്ഞില്ല, ക്ലാസിന്റെ കുറവ് കൊണ്ട്, ക്ലാസ് കിട്ടാത്തത് കൊണ്ട് അതിന്റെ പേരിൽ ഒരു കുട്ടി പോലും നമുക്കിവിടെ പഠിക്കാതിരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, റെഡി ആണല്ലേ? ഓക്കെ, എല്ലാവരും റെഡി. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് CGL കയറിയ പോലെ തന്നെ CHSL-ലും കേട്ടോ നമുക്ക് CHL എന്ന് പറയുന്നത് RRBക്കും നമുക്ക് കയറാൻ പറ്റും. കാരണം ഞാൻ പറയുന്നത് കേരള റാങ്ക് 1, 3, 4, 5, 6, 7, 9, 10 ഇവരെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഈ ഒരു SSC പരീക്ഷ വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ RRBന്റെ പരീക്ഷയും റാങ്ക് ലിസ്റ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റട്ടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇപ്പൊ 2 പേര് SSC വിട്ടുപോയത് RRBയിൽ അത് കംപ്ലീറ്റ് ആവട്ടെ കേട്ടോ. ഓക്കെ, കൂടുതൽ അധികം പറഞ്ഞതാക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് കേട്ടോ. വളരെയധികം ആവറേജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരേ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. ഏതാണ് ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മിനിറ്റ്. ഒരേ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ടൈം സ്പീഡ്. നമുക്കറിയാം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്.
സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം കേട്ടോ, അല്ലെങ്കിൽ വെലോസിറ്റി ഇസ് ഈക്വൽ ഡിസ്റ്റൻസ്, സ്പീഡോ വെലോസിറ്റി എന്തോ ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി കേൾക്കുമ്പോഴേക്കും പല ആളുകളും പ്ലസ് ടു പഠിച്ച പല ആളുകളും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലോട്ടൊക്കെ പോകും. അങ്ങനെ ആവശ്യമില്ല, സ്പീഡ് തന്നെയാണ് വെലോസിറ്റി ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ വെലോസിറ്റി, നമ്മൾ വെലോസിറ്റി പലപ്പോഴും നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടു വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അങ്ങനെയൊന്നുമില്ല ഇവിടെ, 10ന്റെ മുകളിലോട്ട് നമ്മൾ പോകണ്ട കേട്ടോ. 10 നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നാൽ മതി, അതിന്റെ മുകളിലോട്ട് നമ്മൾ പോകണ്ട. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരൊറ്റ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം വരുന്നത്. ഇതിന്റെ ചില കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും മാറ്റിയും, ചില കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആക്കി, ചില കാര്യങ്ങൾ കൂട്ടി, ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ മൊത്തം കേട്ടോ. അതിൽ ഈ ഒരു ഒറ്റ ഇക്വേഷൻ ആണ് എല്ലാം കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ശരിക്കും മനസ്സിൽ വെക്കുക. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അതാണ് എന്ത് സ്പീഡ്. ഇതിൽ സാധാരണഗതിയിൽ ക്വസ്റ്റൻസ് വരാറുണ്ട്, നമുക്ക് പലപ്പോഴും ഡയറക്റ്റ് പലപ്പോഴും ഇക്വേഷൻ വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ SSC RRB പോലത്തെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ സമയത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ചോദ്യത്തിനും ഇങ്ങനെ ഇക്വേഷൻ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ഇട്ട് ഇങ്ങനെ ചെയ്യാൻ കാണാൻ പഠിക്കാൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ കുറച്ച് ലോജിക്കലി കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് തുടക്കത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ 2 കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ കാര്യം തുടക്കത്തിൽ നമുക്ക് എപ്പോഴും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്പീഡ്, ഇപ്പൊ 2 പേര് സഞ്ചരിക്കുന്ന സ്പീഡ് സെയിം ആണെങ്കിൽ അധികം ക്വസ്റ്റൻ എങ്ങനെ ഉണ്ടാവും, ഒന്നെങ്കിൽ സ്പീഡ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ടൈം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റൻസ് ആണ് അധികം ഉണ്ടാവുക. സ്പീഡ് സെയിം ആണെങ്കിൽ, 2 പേര് സഞ്ചരിക്കുന്ന സ്പീഡ് സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ അറിയാം സ്പീഡ് സെയിം ആണെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് ആണ്, 2 പേർക്ക് ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ഡിസ്റ്റൻസും ടൈമാണ് ബാക്കിയുള്ളത് അല്ലെ. അപ്പൊ നോക്കിയാൽ തന്നെ നമുക്കറിയാം സ്പീഡ് സെയിം ആണെങ്കിൽ കൂടുതൽ ദൂരം പോകുന്ന ആരായിരിക്കും, കൂടുതൽ സമയം സഞ്ചരിച്ച ആളല്ലേ. അതായത് ടൈം കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടും എപ്പോ, സ്പീഡ് സെയിം ആണെങ്കിൽ. അപ്പൊ ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ടി അതായത് ടൈം കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടൈം കൂടും. ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ, സിമ്പിളായിട്ട് മനസ്സിലാവും. ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് എന്ത് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇക്വേഷൻ ടൈമിന്റെ ഇക്വേഷൻ എന്താ, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ്. കൺഫ്യൂഷൻ മാറാൻ വെലോസിറ്റി കൊടുക്കാം. അധികം ക്ലാസ്സിൽ വെലോസിറ്റി എന്നാ പറയാറ്, അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ പോകാനാണ് കേട്ടോ. വെലോസിറ്റി നൽകുക. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കുക ടൈം സെയിം ആണെന്ന് വിചാരിക്കുക. 2 പേര് സഞ്ചരിക്കുന്ന ടൈം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2 പേര് ഒരേ സമയത്തേക്കാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും അവസ്ഥ, വെലോസിറ്റി കൂടുതലുള്ള ആൾ കൂടുതൽ ദൂരം പോകും അല്ലെ, വെലോസിറ്റി കുറഞ്ഞാൽ കുറഞ്ഞ ദൂരെ പോകും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എങ്ങനെയും പറയാം ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അപ്പൊ ഡി ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ, ജസ്റ്റ് ലോജിക്കലി ഓർത്ത് വെക്കുക. വെലോസിറ്റി സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കൂടിയാൽ ടൈം കൂടും അല്ലെ, അല്ലെങ്കിൽ ടൈം കൂടിയാൽ ഡിസ്റ്റൻസ് കൂടും. ടൈം സെയിം ആണെങ്കിലോ ഡിസ്റ്റൻസ് കൂടിയാൽ വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടിയാൽ ഡിസ്റ്റൻസ് കൂടും. ഇനി മൂന്നാമത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ ആരെ കോൺസ്റ്റന്റ്, ഇവിടെ വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ്, ഇവിടെയോ ആരെ കോൺസ്റ്റന്റ്, ടൈം ആണ് കോൺസ്റ്റന്റ്. ഇനി ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ അവസ്ഥ. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്, 2 പേര് ഒരേ ദൂരം സഞ്ചരിക്കണം. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. 2 പേര് ഒരേ ദൂരം സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി കൂടുതലുള്ള ആൾക്ക് ആ ദൂരം കവർ ചെയ്യാൻ കുറച്ച് സമയം മതി, അല്ലെങ്കിൽ വെലോസിറ്റി കുറവുള്ള ആൾക്ക് ആ ദൂരം കവർ ചെയ്യാൻ കൂടുതൽ സമയം വേണം. അപ്പൊ അവിടെ എന്താണ്, അവിടെ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ് കേട്ടോ. വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം ആണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഇൻറ്റു ടൈം അവിടെ കോൺസ്റ്റന്റ് ആണ്. അതാണ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്നാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓർത്ത് വെക്കുക, വെലോസിറ്റിന്റെ റേഷ്യോ എന്താണോ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും ടൈം. ഉദാഹരണത്തിന് നമുക്കറിയാം വെലോസിറ്റിന്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ 3:4 കേട്ടോ. അത് ഓർത്ത് വെക്കുക എപ്പോഴും. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ആവശ്യം ഇൻവേഴ്സ് പറഞ്ഞാൽ ശരിക്കും 4:3 ഇൻവേഴ്സ് 3:4 എന്ന് പറഞ്ഞ് ശരിക്കരുത്. ശരിക്കും വെലോസിറ്റി ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ, 3:4 ഇൻവേഴ്സ് പറഞ്ഞാൽ 1/3:1/4 അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഈ 1/3:1/4 നമ്മൾ 4:3 എന്ന് പറയുന്നത്. റേഷ്യോയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതൽ വരുന്ന ഈ മൂന്നാമത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. അതായത് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ വെലോസിറ്റി റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, ടൈമിന്റെ റേഷ്യോ, അല്ലെങ്കിൽ ടൈം റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും വെലോസിറ്റി റേഷ്യോ. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ ഈ 2 ചാപ്റ്ററിലായിട്ട് നമ്മൾ ചെയ്യും. അടുത്ത ഫസ്റ്റ് പാർട്ടാണ്, അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് നല്ല നല്ല ക്വസ്റ്റൻസും കുറച്ചധികം ചെയ്യാം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. തിയറി പറയുമ്പോൾ പലപ്പോഴും എന്ത് മനസ്സിലാവില്ല, മാത്സ് അധികം മനസ്സിലാവില്ല, പ്രോബ്ലം എടുത്ത് ചെയ്യാൻ തന്നെ വേണം. പക്ഷെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ നമുക്ക് അധികം സ്പീഡ് മെൻഷൻ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ്, ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന 2 യൂണിറ്റ് ആണ്, മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവർ.
ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് പല യൂണിറ്റിൽ യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാനും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ നോക്കുക, ഇനി മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ്. ഇപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് എഴുതി വെക്കുക. മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റേണ്ടത്. എന്തിലോട്ടാണ് മാറ്റേണ്ടത്? കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. മീറ്റർ പെർ സെക്കൻഡിൽ ഒരു വെലോസിറ്റിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണമെങ്കിൽ 18/5 കൊണ്ടും, കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു യൂണിറ്റിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റണമെങ്കിൽ 5/18 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കേട്ടോ. ഇതെങ്ങനെയാണ് സംഭവമൊന്നുമില്ല വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നുമില്ല, ടൈമിനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൺമാറ്റുന്നതാണ്. ടൈം ഇപ്പൊ സെക്കൻഡ് ആണെങ്കിൽ അതിന് അവറിലാക്കും, മീറ്ററിലാണ് കിലോമീറ്റർ ആക്കും. അപ്പൊ അതിലാണ് ഈ മാറ്റം വരുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കാനോ കൺഫ്യൂഷൻ ആണെന്ന് നോക്കണ്ട, ഇത് ഓർത്ത് വെക്കുക. മീറ്റർ പെർ സെക്കൻഡിലോട്ടാണെങ്കിൽ 5/18, മുകളിൽ 5 വരണം. നോക്കിയേ, M/S രണ്ടുപേരെ ഒരേ ലെറ്റർ അല്ലേ, സിംഗിൾ ലെറ്റർ അല്ലേ, മുകളിൽ ആര് വരണം? സിംഗിൾ ഡിജിറ്റ് വരണം. ഇനി കിലോമീറ്റർ പെർ അവറിലോട്ടാ മതി. നോക്കിയേ, രണ്ടും 2 ഡിജിറ്റ് ലെറ്റർ അല്ലേ, അപ്പൊ മുകളിൽ ആര് വരണം? 2 ഡിജിറ്റ് വരണം. കൺഫ്യൂഷൻ ആൾക്കാർ ഇങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. എപ്പോഴും നമുക്ക് ലോജിക്കായിട്ട് അറിയാം, എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട അറിയാമെന്ന്. പരീക്ഷ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ ജസ്റ്റ് 5 ഇത് പഠിച്ചു വെക്കുക. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എപ്പോഴും ലോജിക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിക്കരുത് പരീക്ഷ, നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കുക കേട്ടോ. ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം ചെയ്ത് പെട്ടെന്ന് ചെയ്തേ. ഇതാ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ചോദ്യം. ഒന്നുമില്ല, സ്പീഡ് വന്നിട്ടുണ്ട് 180 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീറ്റർ പെർ സെക്കൻഡിൽ എത്ര സ്പീഡ് അല്ലേ? ഞാൻ പറഞ്ഞു 180 കിലോമീറ്റർ പെർ അവറിലാണ്. 180 കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു സാധനത്തിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ നമുക്കറിയാം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രശ്നം തീർന്നു അല്ലെ? ഇപ്പൊ കിട്ടുന്ന യൂണിറ്റ് എന്തിലായിരിക്കും? മീറ്റർ പെർ സെക്കൻഡിലോട്ടായിരിക്കും. നോക്കിയേ, 18 150 പോയാൽ 10. 10 × 5 എത്രയാ? 50. അതായത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ സ്പീഡ്. ഏതാ? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ? എല്ലാവരും ചെയ്തു, സിമ്പിൾ ആണ്, ഒന്നുമില്ല. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ കേട്ടോ. ഇനി മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ 18/5 കൊണ്ട്. ഇതിലധികം സമയം പറയുന്നില്ല, ജസ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തോ, എ പേഴ്സൺ വാക്സ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 600 മീറ്റർ ഇൻ 5 മിനിറ്റ്സ്. വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ? kmph ആണ് കിലോമീറ്റർ പെർ അവർ കേട്ടോ. അതായത് ഒരാള് 600 മീറ്റർ 5 മിനിറ്റിൽ നടന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ എത്രയാണ് ചോദ്യം. നോക്കിയേ, നമുക്കിവിടെ ഇയാളുടെ വെലോസിറ്റി കാണാം അല്ലെ? വെലോസിറ്റി എത്ര? വെലോസിറ്റി നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 600 മീറ്റർ ആണ്. ടൈം ഇവിടെ തന്നിട്ടുണ്ട് 5 മിനിറ്റ് ആണ് അല്ലെ? 5 മിനിറ്റ് ആണ്. അപ്പൊ അതായത് ഈ വെലോസിറ്റി കാണുന്നത് മീറ്റർ പെർ മിനിറ്റിലാണ് അല്ലെ? മീറ്റർ പെർ മിനിറ്റിലാണ് ഈ യൂണിറ്റ് കിടക്കുന്നത്. നമുക്ക് എന്തിനാണ് വേണ്ടത്? കിലോമീറ്റർ പെർ അവറിലേക്കാണ്. അപ്പൊ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ മീറ്റർ പെർ മിനിറ്റിലാണ്. അപ്പൊ ആദ്യം നമ്മൾ കാര്യം ചെയ്യുക, ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ താഴത്തെ 5 മിനിറ്റ് എന്നുള്ളത് സെക്കൻഡിലാക്കിയാൽ മതി. 5 മിനിറ്റിന് സെക്കൻഡിലേക്ക് ആക്കാൻ എന്താ ചെയ്യുക? ഒരു മിനിറ്റ് വാല്യൂവിനെ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 സെക്കൻഡാണ്. ഇപ്പൊ ഈ കാണുന്ന വാല്യൂ 600/5 × 60 എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലാണ്. അതായത് ഈ കാണുന്ന ഇയാളുടെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലേക്കായി. ഇനി നമുക്ക് ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. നോക്കിയേ, പി കിട്ടിയ വാല്യൂ, അതായത് ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ്, നമ്മൾ ഇതിന് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് മൊത്തം വാല്യൂ എന്തായി? കിലോമീറ്റർ പെർ അവറിലായി കിട്ടുന്നുണ്ട്. നോക്കിയേ, 60ഉം 600ഉം പോയാൽ 10 അല്ലെ? 5ഉം 10ഉം പോയാൽ 2. ബാക്കി 36/5. 36/5 എന്ന് പറഞ്ഞാൽ 7.2 കിലോമീറ്റർ പെർ അവർ. ഏത് ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലേ കിട്ടിയത് എല്ലാവർക്കും? അത് എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലെ? ഇത്രേ ഉള്ളൂ സംഭവം. കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18. മീറ്റർ പെർ അവർ തന്നിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 18/5. ഇനി അതല്ല, ചിലപ്പോൾ ഇതുപോലെ പറഞ്ഞത്, ഇതിപ്പോ മീറ്റർ പെർ സെക്കൻഡിലും അല്ല കിലോമീറ്റർ പെർ അവറിലും അല്ല നമുക്ക് തന്നത്, നമുക്കിത് മീറ്റർ പെർ മിനിറ്റിലാണ് തന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുക, എന്നിട്ട് അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയുന്ന വാല്യൂലോട്ട് മാറ്റാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. എല്ലാം ലോജിക്കലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറെ അങ്ങനത്തെ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊന്നും ചെയ്തേ. A train covers a distance of 57.6 km in 48 minutes. Find its speed in meter per second. ഇത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം കേട്ടോ. അതായത് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമ്മൾ ഈ ട്രെയിനിന്റെ സ്പീഡ് വെലോസിറ്റി എന്താ?
വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകരുത്. വീണ്ടും വീണ്ടും പറയുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിലെ വെലോസിറ്റി ആയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട. അവിടെ വെലോസിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പീഡിനെയാണ് കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്നിട്ടുണ്ട് 57.6 ബൈ ടൈം. ഓക്കെ, മുകളിൽ 57.6 കിലോമീറ്റർ ബൈ ടൈം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്. അപ്പൊ ഇതെന്ത് യൂണിറ്റിലാണ് നോക്കിയേ, ഇത് കിലോമീറ്റർ ആണ്, ഇത് മിനിറ്റ് ആണ്. കിലോമീറ്റർ പെർ മിനിറ്റിലാണ്, നമുക്ക് വേണ്ട മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, ആദ്യം ഇതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം അല്ലെ. അവറിലോട്ട് മാറ്റാൻ എന്താ ചെയ്യുക, ഇവിടെ താഴെ കാണുന്ന 48 മിനിറ്റിനെ അവറിലേക്ക് മാറ്റിയാൽ മതി. മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക നോക്കിയേ, മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എവിടെയും കൺഫ്യൂഷൻ വരണേ അപ്പൊ നോക്കുക, 60 മിനിറ്റ് അല്ലേ ഒരു അവർ. ഈ 60 മിനിറ്റ് എന്നുള്ളത് 1 ആക്കണേ എന്ത് ചെയ്യണം, 60/60 അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ കാണുന്ന മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ 48/60 ബൈ 60 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 60. ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള വാല്യൂ നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിലായി. ഇനി ഇതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു 5/18 ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുന്നേ, ഡി 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 എന്ന് പറയുന്നുണ്ട് അല്ലെ. ഡി തന്നെയാണോ, ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ 60 3ഉം 10ഉം വരും. ഇനിയോ വേറെന്താ വരിക, ഇത് ഒരു 2 കൊണ്ട് കട്ട് ചെയ്താൽ 2ഉം 24ഉം വരും. ഓക്കെ, ഏകദേശം ആൻസർ ആയി. നമുക്കറിയാം ഈ 57.6 പറഞ്ഞാൽ 24ന്റെ സ്ക്വയർ ആണല്ലേ. അപ്പൊ വേണമെങ്കിൽ ഡെസിമൽ മാറ്റി, ഡെസിമൽ ഒന്നും മൈൻഡ് ചെയ്യണ്ട. 576 24 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 ആണ്, കാരണം 24ന്റെ സ്ക്വയർ ആണ് 576. ഇനി എന്താ ചെയ്യാം, ഇനിയോ എവിടെയെങ്കിലും വിട്ടുപോയ വല്ലതും, 24/3 എന്ന് പറഞ്ഞാൽ 8, 80 എവിടെയോ എന്തോ മിസ്സായ പോലെ ഉണ്ടല്ലോ. 10/3 സോറി, ഇവിടെ 2 അല്ല വരിക അല്ലെ, 10 കട്ട് ചെയ്താൽ 5 വരിക. ഓക്കെ, അതാണ് മിസ്സായത് കേട്ടോ. ഇവിടെ 2 അല്ല 5 വരിക. ഓക്കെ, നോക്കിയേ ഇനി എന്താ വരിക, ഈ 3ഉം 24ഉം പോയാൽ 8. ഇനി ബാക്കിയുള്ളത് 8 × 5 × 5. ഡെസിമൽ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഡെസിമൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇവിടെ 8 × 5 × 5 എത്രയാ, 5 × 5 25, 25 × 8 എത്രയാ, 25 × 8 എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പൊ രണ്ടും കുറച്ച് പൂജ്യമുള്ള ആൻസർ ഏതാ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും കേട്ടോ. ഡെസിമൽ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 57.6 ആണ്, അപ്പൊ എന്ത് വരും 20.0 എന്ന് വരും. അതായത് 20 ആണ് ആൻസർ വരും. ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞേ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേ. മനസ്സിലാവുന്നുണ്ടോ, ഇതിന്റെ ബേസിക്സ് ആട്ടോ. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്കും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടും മാറ്റാൻ. എല്ലാവരും കമന്റ് ചെയ്തേ, മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണല്ലേ. ബാക്കിയുള്ളവര് പറ. ഓക്കെ, അതൊന്നും ചെയ്തേ. Avik runs at a speed of 8 meters per second. How many kilometers will Avik cover in 24 minutes if he continues running at the same speed? ഇത്രയെന്ന് പറഞ്ഞേ, 5/18 മൾട്ടിപ്ലൈ ചെയ്യാതെ കാണുന്നതല്ലേ ഈസി. 5/18 മൾട്ടിപ്ലൈ ചെയ്യാതെ എങ്ങനെ കാണും, നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണ്ടേ, 5/18 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, വേറെ എങ്ങനെ കാണും, വേറെ എന്താണ് ഷോർട്ട് കട്ട് പറ, വേറെ എന്താണ് ഷോർട്ട് കട്ട്, ഇതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ട മീറ്റർ പെർ സെക്കൻഡിലാണ് കേട്ടോ. വേണമെങ്കിൽ ചെയ്യാം, ഇതാ 57 ഞാൻ പറഞ്ഞുതരാം, 57.6. ഇതിനാദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിൽ കിലോമീറ്ററിലേക്ക് മീറ്റർ ആക്കണ്ട കേട്ടോ. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുക ജൂഹി പറയുന്നുണ്ട്, അതും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം കിലോമീറ്ററിനെ മീറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിലോമീറ്ററിനെ മീറ്ററിലേക്കും മീറ്ററിനെ കിലോമീറ്ററിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. അത് ആകെ മാറ്റം കൊണ്ടുവരും എന്താണ്, 0ന്റെ ഡെസിമലിന്റെ മാറ്റമാണ്. കാരണം നമുക്കറിയാം ഒരു മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 1000 ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ 1000 ചെയ്ത വലിയ മാറ്റമൊന്നും വരില്ല. അപ്പൊ ഇത് ഞാൻ തന്നെ കിടക്കട്ടെ. പിന്നെ ആകെ എന്ത് ചെയ്താൽ മതി, ഈ 48 മിനിറ്റിനെ സെക്കൻഡ് ആക്കിയാൽ മതി. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യും, 48 × 60 ഇങ്ങനെ ചെയ്താലും മതി. പക്ഷെ ഇത് ലോജിക്കലി ചിലപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ കത്തിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മീറ്റർ പെർ സെക്കൻഡ് × കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്. ചെയ്ത് നോക്കി എത്ര കിട്ടും, ഒരു 24 കട്ട് ചെയ്താൽ ഇത് 24 കിട്ടും, ഇത് 2 കിട്ടും. 24/12 2 കേട്ടോ. ഇങ്ങനെ ലോജിക്കലി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ഇവിടെ തന്നെ കൺവേർട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. എപ്പോഴും കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും ഇതിന് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 100, 500 അല്ല 1000, 10,000 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കൺവേർഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് 0ങ്ങളും 1000ങ്ങളും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കൊണ്ടുവരുള്ളൂ. പക്ഷെ ഇവിടെ സെക്കൻഡിനെ മിനിറ്റിലോട്ടും മിനിറ്റിനെ സെക്കൻഡിലോട്ടും മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ 60 അല്ലെങ്കിൽ സോറി മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ × 60 ചെയ്യുന്നു. × 60 ചെയ്യുമ്പോൾ സംഖ്യനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ ആകെ മാറും. ഈ 10 കൊണ്ട് 100 കൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 57.6 അതുപോലെ തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ ഈ കാണുന്ന മിനിറ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം.
ഞാനത് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. കാരണം 5/8 ഞാൻ പഠിച്ചു നോക്കാം, മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5. അതല്ല ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നുള്ള ആളുകളാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്ത് മാത്രം ചെയ്താൽ മതി? ടൈമിനെ മാറ്റിയാൽ മതി കേട്ടോ. ടൈമിനെ കൃത്യമായിട്ട് മാറ്റണം. കാരണം ടൈം നമ്മൾ സെക്കൻഡും മിനിറ്റും ഒക്കെ അങ്ങോട്ട് മാറ്റുന്ന പറഞ്ഞാൽ into 60 / 60 ആണ് അധികം വരും. അപ്പോൾ വാല്യൂ ആകെ മാറും. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യണം. പക്ഷേ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തില്ല ഒരു പ്രശ്നമില്ല. ഇത് കണ്ടേ നോക്കി, 57.6 കിലോമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു into 1000 ചെയ്യണം. വല്ല മാറ്റം ഉണ്ടോ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ മാറ്റം വരിക? ഒന്നുമില്ല. ജസ്റ്റ് ഒരു 3 0 കൂടെ ലാസ്റ്റ് വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജൂഹി നല്ലൊരു ഡൗട്ട് തന്നെയാണ് അത്. ഇങ്ങനെ അറിയുന്ന ആൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാം കേട്ടോ. ഇതൊന്നും ചെയ്തേ. ഇങ്ങനെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. Avik runs at a speed of 8 meter per second. ഇവിടെ സ്പീഡ് പ്രത്യേകം തന്നിട്ടുണ്ട്, 8 meter per second ആണ്. How many kilometers will Avik cover in 24 minutes if he continues running at the same speed? ഡിസ്റ്റൻസ് ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്കിവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ Avik കവർ? ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. വെലോസിറ്റി നമുക്കറിയാം എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ടൈമോ? ടൈം എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് സോറി വെലോസിറ്റി ഡിസ്റ്റൻസ് ആ കണ്ട. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെ. ടൈം എന്ത് കിട്ടും? ഇവിടെ എന്തിനാ കാണേണ്ടത്? കിലോമീറ്ററിലാണ് കാണേണ്ടത്. അപ്പൊ കിലോമീറ്ററിൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ വെലോസിറ്റിനെ 8 മീറ്റർ പെർ സെക്കൻഡിൽ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റി. എത്ര കിട്ടും? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ 18/5 ആണ്. ഇപ്പൊ വെലോസിറ്റി എന്തായി? കിലോമീറ്റർ പെർ അവറിലായി. ഇനി ഈ ടൈമിനെയും കൂടെ നമ്മൾ അവറിലോട്ട് മാറ്റിയാൽ മതി. കാരണം എന്താ? ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ്. ടൈം എന്തിനാണ്? അവറിലാണ്. അപ്പൊ നമ്മൾ ഈ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യണം? അവറിലേക്ക് മാറ്റണം. അപ്പോഴുള്ളൂ ഈ അവറും ക്യാൻസൽ ആയി പോകുക കേട്ടോ. ഇവിടെ 24 മിനിറ്റ്. ഈ കാണുന്ന 8 × 8 ഇതെന്താണ്? ഇത് വെലോസിറ്റി ആണ് അല്ലെ. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്താ നോക്കിയാൽ, ഡിസ്റ്റൻസ് ആണ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഇത് ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ് ആണ്. അതിന് അവറിലേക്ക് മാറ്റുമ്പോൾ /60. സോൾവ് ചെയ്താൽ എത്ര കിട്ടും? സോൾവ് ചെയ്താൽ കിട്ടും നോക്കിയേ. 18ഉം 60ഉം പോയാൽ 3/10 ആണ് അല്ലെ. 3/10. ബാക്കി എന്താ കിട്ടുക? ബാക്കി എന്താ കിട്ടുക? ഇത്ര എന്ന് പറഞ്ഞ കമന്റ് ചെയ്യണ്ട. ബാക്കി നോക്കിയേ എന്താ ആൻസർ വരും? താഴത്തെ 10 നോക്കണ്ട, ഈ 5 നോക്കുക. 8/5 എന്ന് പറഞ്ഞാൽ 8/5 എന്ന് പറഞ്ഞാൽ 1.6 ആണ്. അത് മൈൻഡ് ചെയ്യണ്ട. 16 മതി. 16 × 3 × 24 ചെയ്താൽ ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയേ. 16 × 3 × 24 എത്രയാ? 48 × 24. 48 × 24 സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 48 × 24 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 48 എന്ന് പറഞ്ഞാൽ 24 × 2 ആണ് അല്ലെ. 24 × 2 × 24. അത് 24ന്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ ഡബിൾ എടുത്താൽ മതി. 24ന്റെ സ്ക്വയർ എത്രയാ? 576. 576 ഡബിൾ എന്താ? 1152. അതായത് 11.52 ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പല രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ. നമുക്ക് കിലോമീറ്ററിൽ ആൻസർ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. ഇവിടെ ഞാൻ വെലോസിറ്റി ആദ്യം മീറ്റർ പെർ സെക്കൻഡിലെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കി. പിന്നെ അതിനെന്ത് ചെയ്യാം? അതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ടൈം 24 മിനിറ്റ് ആണ്. അപ്പൊ അതിനെ ഞാൻ അവറിലേക്ക് മാറ്റി കേട്ടോ. ബാക്കി കാൽക്കുലേഷൻ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലാതെ കാൽക്കുലേഷൻ ഒരുപാട് സമയം എടുക്കരുത്. അടുത്ത പറഞ്ഞേ. The Lucknow Shatabdi Express leaves Delhi at 1:30 p.m. and reaches Lucknow at 10:30 p.m. The average speed of the train is 90 km/h. What is the distance covered by the train from Delhi to Lucknow? ഡയറക്റ്റ് ചോദ്യമല്ലേ എന്ന് പറഞ്ഞേ. 1:30 പോയ ട്രെയിന് 10:30 എത്തി. പോകുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 90 km/h സ്പീഡിലാണ്. എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് നമ്മുടെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം കേട്ടോ. വെലോസിറ്റി ഇവിടെ എത്രയാ? 90 km/h ആണ്. ടൈമും അവറിൽ തന്നെയാണ് അല്ലെ. കാരണം 1:30 പോയ ട്രെയിന് 10:30 എത്തി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട്? 9 മണിക്കൂർ അല്ലെ. അപ്പൊ 90നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 810 കിട്ടും. 810 കിലോമീറ്റർ. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക കേട്ടോ. അവിടെ ഒന്നുമില്ല, ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി വെലോസിറ്റി വന്നിട്ട് കിലോമീറ്റർ പെർ അവറിലാണ്. ഓക്കെ, ഇവിടെ വെലോസിറ്റി വന്നിട്ടുള്ള കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മുടെ ടൈം അവറിലാണ്. അപ്പോൾ ഓൾറെഡി ഇത് ക്യാൻസൽ ആയി പോയി. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? കിട്ടുന്ന ആൻസർ കിലോമീറ്ററിലായി കേട്ടോ. അങ്ങനെ 810 കിലോമീറ്റർ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഇത് ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. അടുത്ത പറഞ്ഞേ. A person wants to cover a distance of 6 km in 45 minutes. If he covers half of the distance in 2/3 of the total time, what should be his speed in km/h to cover the remaining distance in the remaining time? എന്ന് പറഞ്ഞേ.
ഇതും സിമ്പിൾ ചോദ്യം, വലിയ ചോദ്യം കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. ഒരാൾക്ക് 6 കിലോമീറ്റർ 45 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. അതാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാം സെന്റൻസിലോ, ഇഫ് ഹി കവേഴ്സ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഇൻ 2/3 ഓഫ് ദ ടോട്ടൽ. ഇതിലെ ഹാഫ് ഡിസ്റ്റൻസ്, അതായത് 3 കിലോമീറ്റർ ടോട്ടൽ ടൈമിന്റെ 2/3 സമയത്തിന് കടന്നുപോയി എന്നാണ് അല്ലെ. 2/3 45 മിനിറ്റിലായിരുന്നു കവർ ചെയ്യേണ്ടത്, പക്ഷെ അതിന്റെ 2/3 ടൈമിലാണ് ഈ 3 കിലോമീറ്റർ കവർ ചെയ്തത്. 2/3 ടൈം 45ന്റെ 2/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 45 ഇൻറ്റു 45 ഇൻറ്റു 2/3 എത്രയാ? 45 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 2 30. അപ്പൊ 3 കിലോമീറ്റർ 30 മിനിറ്റിൽ കവർ ചെയ്തു. ഇനി ചോദ്യം എന്താ? വാട്ട് ഷുഡ് ബി ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ ടു കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ് ഇൻ ദ റിമൈനിങ് ടൈം. ഇനി ഇയാൾക്ക് ബാക്കി കവർ ചെയ്യാനുള്ളത് 3 കിലോമീറ്റർ ആണ്. എത്ര സമയം കൊണ്ട് കവർ ചെയ്യണം നോക്കിയേ. ടോട്ടൽ 45 മിനിറ്റ് എടുക്കേണ്ടത്. അതിൽ ഫസ്റ്റത്തെ ജേണിക്ക് 30 മിനിറ്റ് എടുത്തു. ഇനി ബാക്കി എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി 3 കിലോമീറ്റർ 15 മിനിറ്റിൽ വേണം കവർ ചെയ്യാൻ. അതിന് ഇയാളുടെ വെലോസിറ്റി എത്രയെന്ന ചോദ്യം. വെലോസിറ്റി വന്നിട്ടുള്ളതോ കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ ഓൾറെഡി ഈ കിലോമീറ്റർ എന്താണ്, അല്ല സോറി, ഡിസ്റ്റൻസ് എന്തിലുള്ള കിലോമീറ്ററിലാണ്. ഇനി ഈ ടൈമിനെയും കൂടെ അവറിലേക്ക് മാറ്റിയ പ്രശ്നം തീർന്നു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് പറഞ്ഞാൽ 3 കിലോമീറ്റർ ആണ്. ടൈം എത്രയാ? 15 മിനിറ്റ് ആണ്. മിനിറ്റിന് അവറിലേക്ക് മാറ്റുമ്പോൾ 15/60 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 60 എത്ര കിട്ടും? 15ഉം 60ഉം പോയാൽ 4 ആണ്. 4 ഇൻറ്റു 3 12 കിലോമീറ്റർ പെർ അവർ. ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ. കറക്റ്റ് അല്ലേ? ഒന്നുമില്ല, 6 കിലോമീറ്റർ 45 മിനിറ്റ് കൊണ്ട് പോകണം, അതായിരുന്നു അയാളുടെ ടാർഗറ്റ്. അതിൽ ആദ്യത്തെ 3 കിലോമീറ്റർ ഇയാൾ 30 മിനിറ്റ് കൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 കിലോമീറ്റർ 15 മിനിറ്റ് കൊണ്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ടോ ഞാനിങ്ങനെ അധികം സമയം എടുക്കാതെ ഇങ്ങനെ പറയുന്നത്. നല്ല നല്ല ക്വസ്റ്റൻസ് വേറെ നമ്മൾ വരുന്നുണ്ട്. പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ചെയ്യും. The ratio of the speeds of two trains is 3:4. If the second train runs 300 km in 3 hours, then what would be the speed of the first train? ഡയറക്റ്റ് ചോദ്യം കേട്ടോ. അത്ര CGL-നും അറബിക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വെലോസിറ്റിന്റെ അല്ലെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 3:4 ആണ്. അതായത് ഫസ്റ്റത്തെ ട്രെയിനിന്റെ വെലോസിറ്റി 3 ആണെങ്കിൽ രണ്ടാമത്തെ 4 ആണ്. ഇനിയോ സെക്കൻഡ് ട്രെയിനിന്റെ വെലോസിറ്റി കാണാനുള്ള എല്ലാ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ട്രെയിനിന്റെ വെലോസിറ്റി നോക്കി 300 കിലോമീറ്റർ 3 മണിക്കൂറിലാണ്. വെലോസിറ്റി എന്താ? വെലോസിറ്റി പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിലാണ്. 3 മണിക്കൂറിൽ 300 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്രയാ? 100. അതാണ് സ്പീഡ് അല്ലേ? 100 കിലോമീറ്റർ പെർ അവർ. ഇനി ഡയറക്റ്റ് കാണാൻ എന്താ? വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആണ് 300, 300/3 എത്രയാ? 100. അതാണ് ഞാൻ ഡയറക്റ്റ് എഴുതി കേട്ടോ. ഇവിടെ രണ്ടാമത്തെ ട്രെയിനിന്റെ എ എന്ന് പറഞ്ഞ ട്രെയിനും ബി എന്ന് പറഞ്ഞ ട്രെയിനും ഉള്ളത്. അതിൽ ബി എന്ന് പറഞ്ഞ ട്രെയിനിന്റെ വെലോസിറ്റി ആണിത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ട്രെയിനിന്റെ വെലോസിറ്റി എത്രയാണെന്ന ചോദ്യം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ രണ്ടുപേരുടെയും വെലോസിറ്റിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:4 ആണ്. നോക്കിയേ, ഈ 4 യൂണിറ്റ് ആണ് 100, അതായത് 4 × 25 അല്ലെ. അങ്ങനെയാണ് 3 യൂണിറ്റ് എന്താ? 3 × 25 എത്ര കിട്ടും? 75 കിലോമീറ്റർ പെർ അവർ. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്, വേറൊന്നുമില്ല. രണ്ടുപേരുടെ റേഷ്യോ വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ വെലോസിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് സാധാ ഇത് ശരിക്കും പറഞ്ഞാൽ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ചോദ്യം എന്ന് പറയാൻ പറ്റാത്ത റേഷ്യോ പ്രൊപ്പോർഷണൽ ചോദ്യമാണ് കേട്ടോ. അങ്ങനെ അടുത്ത ക്വസ്റ്റൻ ചെയ്തേ. ഇതാണോ? ഇപ്പൊ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. പോട്ടെ. അതെ. The speed of car M is twice that of car W. If car M covers 120 km in 2 hours 30 minutes, what is the speed of the car W? അല്ലെ, രണ്ട് കാർ ഉണ്ട്. M എന്ന് പറഞ്ഞൊരു കാറുണ്ട്, W എന്ന് പറഞ്ഞൊരു കാറുണ്ട്. ഈ രണ്ട് കാറും തമ്മിലുള്ള വെലോസിറ്റിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? സ്പീഡ് ഓഫ് കാർ M ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് W. ഡബ്ല്യുവിന്റെ സ്പീഡ് 1 ആണെങ്കിൽ എമ്മിന്റെ സ്പീഡ് എന്താ 2 ആണ്. ഇതിന്റെ ഇരട്ടിയാണ് സ്പീഡ്. ഓക്കെ, നേരത്തെ ക്വസ്റ്റൻ അതുപോലെ തന്നെ വെലോസിറ്റി റേഷ്യോ കിട്ടി. ഇനി പറയുന്നുണ്ട് കാർ M കവേഴ്സ് 120 കിലോമീറ്റർ ഇൻ 2 hours 30 minutes. 2 hours 30 minutes എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2.5 മണിക്കൂർ അല്ലെ. 120 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് ആരുടെ വെലോസിറ്റി കാണാം? എമ്മിന്റെ വെലോസിറ്റി കാണാം. എമ്മിന്റെ വെലോസിറ്റി കാണാൻ എന്താ? വെലോസിറ്റി കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ 120 ആണ് ഡിസ്റ്റൻസ്, ബൈ ടൈം എന്താ? 2 hours 30 minutes ആണ്. 2.5 hours എത്ര കിട്ടും? 120/2.5 എത്ര കിട്ടും എന്ന് പറഞ്ഞേ. ഇതിനെ ഞാൻ 2.5 ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. 2.5 എന്ന് നമുക്കറിയാം 10/4 ആണ് അല്ലെ. 10/4 എന്നാണ് ഇൻറ്റു 4 മാറ്റി. ജസ്റ്റ് 2.5 ഞാൻ 10/4 എന്ന് എഴുതി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ എത്ര കിട്ടും? ഇത് പോയി ബാക്കി എന്താ ഉള്ളത്? 12 × 4 എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പൊ ഇവിടെ
ആരുടെ വെലോസിറ്റി ആണ്? എമ്മിന്റെ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടി? 48 km/h കിട്ടി. എമ്മിന്റെ വെലോസിറ്റി 48 km/h ആണ്. നോക്കിയേ, എമ്മിന്റെ വെലോസിറ്റി 48 km/h ആണെങ്കിൽ നമുക്ക് വേണ്ട എന്താ? കാർ ഡബ്ല്യുവിന്റെ വെലോസിറ്റി അല്ലേ? നേരെ പകുതിയല്ലേ? 24 km/h. നോക്കിയേ, വെലോസിറ്റി 2:1 റേഷ്യോയിലാണ്. 48 ആണെങ്കിൽ 24 ആവും. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഈ രണ്ട് ചോദ്യം, 8ാമത്തെ ചോദ്യം 7ാമത്തെ ചോദ്യം സെയിം ആണ്, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറ അടുത്ത്. A certain distance is traveled at a certain speed. If half of the distance is traveled in double time, find the ratio of both moves. Both moves ഉദ്ദേശിച്ച് രണ്ടിന്റെയും വെലോസിറ്റി കാണും കേട്ടോ. A certain distance is traveled at a certain speed. If half of the distance is traveled in double the time. എന്ന് പറഞ്ഞേ, ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? നമുക്ക് വേണ്ടത് ആദ്യം ഒരു certain distance ഒരു certain സ്പീഡിൽ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടത് വെലോസിറ്റി. മൂവ്സ് ആണ് ഉദ്ദേശിച്ചൊന്നുമില്ല, വെലോസിറ്റിന്റെ റേഷ്യോ കേട്ടോ. വെലോസിറ്റി ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഫസ്റ്റത്തെ കേസിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ബൈ ടൈം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റത്തെ വെലോസിറ്റി. രണ്ടാമത്തെയോ എന്ന് പറഞ്ഞേ, രണ്ടാമത്തെ എന്താ? ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്താണ്? d/2 ആണ്. ഓക്കെ, ഇനിയോ ട്രാവൽഡ് ഇൻ ഡബിൾ ടൈം. അതായത് രണ്ടാമത്തെ കേസിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d/2 ആണ്, ടൈം എന്ന് പറഞ്ഞാൽ 2t ആണ്. അതായത് ആദ്യത്തെ കേസിൽ ഉണ്ടായതിനേക്കാളും ഡിസ്റ്റൻസ് പകുതിയാണ്, പക്ഷെ ടൈം 2t ആണ്. അപ്പൊ രണ്ടാമത്തെ കേസിലെ വെലോസിറ്റി എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? ഇതാ, രണ്ടാമത്തെ കേസിലെ ഡിസ്റ്റൻസ് തന്നെ d/2 ആണ്, ടൈം തന്നെ 2t ആണ് അല്ലെ? നമുക്കറിയാം വെലോസിറ്റി ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ d/2 ബൈ ടൈം, ടൈം എന്ന് പറഞ്ഞാൽ 2t അല്ലെ? d/2 ബൈ 2t എന്ന് പറഞ്ഞാൽ d/2 into t. ഇതാണ് ഇവരുടെ വെലോസിറ്റിന്റെ റേഷ്യോ. ഓക്കെ, d പോയി, d പോയി, t പോയി, t പോയി. ബാക്കി എന്താ? 1:1/4 ആണ് അല്ലെ? 2 into 2, 1:1/4 എന്ന് പറഞ്ഞാൽ 4:1 ആണ്. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ട് അല്ലെ? ജസ്റ്റ് ഡയറക്റ്റ് ചെയ്താൽ മതി. d/t ആണ് ഫസ്റ്റത്തെ വെലോസിറ്റി. രണ്ടാമത്തെ കേസിൽ d എന്താവും? d/2 ആവും അല്ലെ? ഡിസ്റ്റൻസ് പകുതി ആവും, പക്ഷെ ടൈമോ ഇരട്ടിയാണ്. അപ്പൊ d/2/2t ചെയ്താൽ മതി. ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? 4:1 എന്നുള്ള ആൻസർ കിട്ടും കേട്ടോ. അടുത്ത് ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ, ജസ്റ്റ് നോക്കി വെക്കുക, ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസ് കഴിഞ്ഞ ഉടനെ റെക്കോർഡ് ക്ലാസ് വരുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ഇരുന്ന് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത ഇതേ. ഓക്കെ, അടുത്ത ആവറേജ് സ്പീഡിന്റെ പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞൊന്നുമില്ല, അത് പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജേണി. ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് ആദ്യം ബൈക്കിൽ പോയി, പിന്നെ കാറിൽ പോയി, പിന്നെ ബസ്സിൽ പോയി, ട്രെയിനിൽ പോയി, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ജേണി വെച്ച് ലാസ്റ്റ് ചോദിക്കും ഈ മൊത്തം ഇയാൾ പോയപ്പോൾ ഇയാളുടെ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ആവറേജ് വെലോസിറ്റി കാണാൻ ഒന്നുമില്ല, നമ്മൾ നോക്കേണ്ടത് ഈ ബൈക്കിലും കാറിലും ട്രെയിനിലും ഒക്കെ പോയ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാന്ന് നോക്കുക, അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാക്കിയുള്ളത് അതിന്റെ ഇടയ്ക്കുള്ള നമ്മൾ നോക്കണ്ട. ഇയാൾ എത്ര ദൂരം ടോട്ടൽ സഞ്ചരിച്ചിട്ടുണ്ട് ബൈക്കിലും കാറിലും ഒക്കെ കൂടി, എല്ലാം കൂടി ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ട് നോക്കുക, അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ് വെലോസിറ്റി കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കാണേണ്ട ആൻസർ ഒക്കെ മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇയാളുടെ ആവറേജ് സ്പീഡാ കാണേണ്ടത് അല്ലെ? ഓക്കെ, ആദ്യം 23 മീറ്റർ 3 സെക്കൻഡിലും പിന്നെ 15 മീറ്റർ 2 സെക്കൻഡിലും പോയി. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ്. നമ്മളെ സാധാ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ കേട്ടോ, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞല്ലേ? അതിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം നിർത്താൽ മതി, അത്രേ ഉള്ളൂ. സാധാരണ രീതിയിൽ നമുക്ക് ഒരു കേസൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ചിലപ്പോൾ 2-3 കേസ് വരും. ഞാൻ പറഞ്ഞ പോലെ ബൈക്കില് കാറിലൊക്കെ ഡിഫറെന്റ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ എടുക്കണം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നോക്കിയേ? ആദ്യം 23 മീറ്റർ ഉണ്ട്, പിന്നെ 15 മീറ്റർ ഉണ്ട്. ടോട്ടൽ എത്രയായി? 23 + 15 ആണ് 38 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടൈം എത്രയാ? 3 സെക്കൻഡ് ഉണ്ട്, 2 സെക്കൻഡ് എത്രയാ? 5. 38/5 എന്ന് മാത്രം കിട്ടും 7.6 മീറ്റർ പെർ സെക്കൻഡ്. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. 38/5 ഒന്ന് എങ്ങനെ എങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന് ചോദിക്കരുത് കേട്ടോ. ഒരു സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നേരെ ഒരു ഡെസിമൽ മാറ്റുക. 3.8 അതിന്റെ ഡബിൾ എത്രയാ? 7.6 അല്ലേ? ഓക്കെ, ആവറേജ് സ്പീഡ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി കേട്ടോ. അടുത്ത ചെയ്തേ. Tarun travels a distance of 24 km at 6 km/h, another distance of 24 km at 8 km/h, and third distance of 24 km at 12 km/h. His average speed for the whole journey. എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെ? ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ആദ്യം 24 കിലോമീറ്റർ, പിന്നെ 24 കിലോമീറ്റർ,
പിന്നെയും 24 കിലോമീറ്റർ. അപ്പൊ 24 പ്ലസ് 24 പ്ലസ് 24 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 72. അപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ ആവറേജ് വെലോസിറ്റി കാണാൻ പോകും കേട്ടോ. ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആയി, ഇനി ടോട്ടൽ ടൈം കാണണം. ടോട്ടൽ ടൈം എങ്ങനെ കാണും? ടൈം നമുക്ക് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഡയറക്റ്റ് ടൈം തന്നിട്ടില്ല. നോക്കിയേ, ടൈം കാണാൻ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇതാണ് ടൈം കാണാൻ ഇക്വേഷൻ. അത് രണ്ടും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി. മൂന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ്, വെലോസിറ്റി എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് കാണാം? ടൈം കാണാം. ഫസ്റ്റ് കേസിലെ ടൈം എന്ന് പറഞ്ഞേ 24 കിലോമീറ്റർ ഇൻ 6 hours പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. 24/6 എത്രയാണ്? 24/6 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതാണ് ഫസ്റ്റത്തെ ജേണിക്ക് എടുത്ത ടൈം. രണ്ടാമത്തെ ജേണിയോ 24 കിലോമീറ്റർ 8 കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ ടൈം എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അതായത് 24/8 എത്രയാ? 24/8 എന്ന് പറഞ്ഞാൽ 3. മൂന്നാമത്തെ സിമിലർലി എന്ത് കിട്ടും? 24/12 എത്ര? 2. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ടൈം അല്ലെ. ആദ്യം 4, പിന്നെ 3, പിന്നെ 2. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് 72. ടോട്ടൽ ടൈം എത്ര കിട്ടും? 4, 3, 2 എന്ന് പറഞ്ഞാൽ 9. 72/9 എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ആവറേജ് വെലോസിറ്റി കണ്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ വരേണ്ടത് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, അടുത്ത ചെയ്യാൻ പറ്റും. നോക്കി ഇതുപോലെ സെയിം മോഡൽ ചോദ്യം ചെയ്ത് നോക്കിയേ. അക്ഷിത covers a distance of 300 kilometer at the speed of 500 kilometer per hour. ആദ്യത്തെ 300 കിലോമീറ്റർ 50 കിലോമീറ്റർ per hourലും, then 360 കിലോമീറ്റർ at 30 കിലോമീറ്റർ per hour അല്ലെ. അടുത്തത് 360 കിലോമീറ്റർ 30 കിലോമീറ്റർ per hourലും, പിന്നെ 420 കിലോമീറ്റർ 60 കിലോമീറ്റർ per hourലുമാണ്. ഓക്കെ, if her average speed for the whole journey is k kilometer per hour, then how much time will she take to cover 216 kilometer at k kilometer per hour? ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് അല്ല കാണേണ്ടത്. ആവറേജ് സ്പീഡ് കണ്ടതിന് ശേഷം ആ ഒരു സ്പീഡിൽ ഇയാൾ 216 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നാ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം? ആദ്യം ആവറേജ് സ്പീഡ് കാണണം അല്ലെ. ആവറേജ് സ്പീഡ് കാണാൻ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 300 ആണ് ഫസ്റ്റത്തത്. രണ്ടാമത്തത് എന്താണ്? 360 ആണ്. മൂന്നാമത്തതോ ഈ 420. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ടൈം എന്ന് പറഞ്ഞേ, ടൈം നമ്മൾ നേരത്തെ പറഞ്ഞു, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എത്രയാ? 300/50. ഫസ്റ്റത്തെ കേസിൽ എത്ര കിട്ടും? 300/50 എന്ന് പറഞ്ഞാൽ 6 ആണ്. അടുത്തതോ 360/30 എന്ന് പറഞ്ഞാൽ 12 ആണ്. അടുത്തതോ 420/60 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇതാണ് ടോട്ടൽ ടൈം. ഇതാണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി. എത്ര കിട്ടും നോക്കിയേ? 300, 600, 1080 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 12, 18, 7, 25. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ കെ എന്ന് പറഞ്ഞ വാല്യൂ അല്ലെ. കെ എന്ന് പറഞ്ഞ വാല്യൂ എന്താ? ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി. നമുക്കിവിടെ വേണ്ടത് ഈ ഒരു വെലോസിറ്റിയിൽ ഇയാൾ 216 കിലോമീറ്റർ പോവുകയാണെങ്കിൽ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ ടൈം ആണ് കണ്ടത് അല്ലെ. വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 216. വെലോസിറ്റി എത്രയാണ്? 1080/25. ചെയ്ത് നോക്കിയേ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെ. ഡിസ്റ്റൻസ് ആണ് 216, വെലോസിറ്റി ആണ് 1080/25. ലാസ്റ്റ് കട്ട് ചെയ്യട്ടോ, അത് കട്ട് ചെയ്ത് വേണ്ടി ചെറുതാക്കാം, പക്ഷെ ലാസ്റ്റ് കട്ട് ചെയ്യാം. 1080/25 എന്താവും? ഇൻറ്റു 25 ആവും. എത്ര കിട്ടും നോക്കിയേ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ഇവിടെയും പറയുന്നു, ഡെസിമല് 0 മൈൻഡ് ചെയ്യണം. നോക്കിയേ, 216ന്റെ പകുതിയാണ് 108 അല്ലെ. 216ന്റെ പകുതിയാണ് 108 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ 0 ഒക്കെ മാറ്റാം. 108 216 നമുക്ക് കട്ട് ചെയ്താൽ 2 എന്ന് എടുക്കാം അല്ലെ. 2 × 25 എത്രയാണ്? 2 × 25 നമുക്കറിയാം 50 ആണ്. 50 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 5ഉം 0ഉം വരുന്ന ആൻസർ ഏത്? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. കൃത്യമായ ഡെസിമലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 എന്ന് കിട്ടും, അല്ല 5 hours എന്ന് കിട്ടും. ഇല്ലെങ്കിൽ 50, 500 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓപ്ഷൻ നോക്കിയാൽ 4, 6, 7, 5 വ്യത്യസ്തമായ നമ്പറുകളാണ്. അപ്പൊ നമുക്ക് 5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? കമന്റ് ചെയ്തേ. റെഡി ആണോ അല്ലേ? ഒന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? ആവറേജ് സ്പീഡ് കാണാൻ മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇത്രേ ചെയ്യണ്ടു, വേറെ ഒന്നും ചെയ്യണ്ട. ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കുക, അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ആവറേജ് സ്പീഡ് അതൊക്കെ കിടക്കട്ടെ, ചെയ്യണ്ട. നമുക്ക് വേണ്ടത് 216 കിലോമീറ്റർ ഈ ഒരു സ്പീഡിൽ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ടൈം വേണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് 216, വെലോസിറ്റി എന്താ? 1080/25. ബാക്കിയല്ല നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കേട്ടോ. അടുത്തേത്? Rohan had to travel from A to B. He covers 75% of the distance at a speed of 60 km per hour and the remaining distance at a speed of 40 km per hour. What was his average speed for the entire journey?
എന്ന് പറഞ്ഞേ. രോഹൻ എയിൽ നിന്ന് ബിയിലോട്ട് പോവാണ്. അതിൽ 75% ഓഫ് ദ ഡിസ്റ്റൻസ് 60 km/h പോയത്. അതായത് ടോട്ടൽ 4/3 അല്ലെ, അതല്ല 75% പറഞ്ഞാൽ 4/3 ഡിസ്റ്റൻസ് 60 km/h. ബാക്കിയുള്ള 25% ഡിസ്റ്റൻസ് 40 km/h. വാട്ട് വാസ് ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി? കേട്ടോ, ഇത്ര കിട്ടും. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, ചില ലോജിക്കൽ മനസ്സിലാവും. ഒരു ജേണിയിൽ 60 വേറെ ജേണിയിൽ 40 ആണെങ്കിൽ എപ്പോഴും ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ഇതിന് രണ്ടിന്റെയും ഇടക്കായിരിക്കും കേട്ടോ. നമ്മൾ സാധാ ആവറേജ് നമ്മൾ പറഞ്ഞില്ല, ആവറേജ് ചാപ്റ്ററിലാണ് പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ. ഇവിടെ 60 ആണ്, ഇവിടെ 40 ആണ്. അപ്പൊ ഇതിന്റെ ഇടക്കായിരിക്കും എപ്പോഴും എന്തെങ്കിലും ആൻസർ വരിക കേട്ടോ. ഇവിടെ പറ്റില്ല, കാരണം ഇവിടെ എല്ലാ ഓപ്ഷനും 60-40 ഇടക്കാണ്. ചിലപ്പോൾ ലോജിക് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ 75% ഡിസ്റ്റൻസ് ആണ് 60 km/h പോകുന്നത്. ബാക്കി 25% ആണ് 40 km/h പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്റ്റൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല അല്ലെ. നമുക്കിവിടെ ഡിസ്റ്റൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഡിസ്റ്റൻസിനെ പറ്റി പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം സഞ്ചരിച്ചത് ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 75% ആണ്. പിന്നെ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 25%. അപ്പൊ ഞാൻ ഇത് എടുക്കാൻ പോവാണ്. ആദ്യം സഞ്ചരിച്ച രണ്ട് ഡിസ്റ്റൻസും രണ്ടാമത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. നോക്കിയേ, ആദ്യം സഞ്ചരിച്ച ടോട്ടലിന്റെ 75%. അപ്പൊ 3:1 ഇതായിരിക്കും ഇവരുടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ അല്ലെ, 3:1. അപ്പൊ ഞാൻ വേണമെങ്കിൽ അതൊരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് 3x എന്ന് എടുത്തു. എക്സ് എത്ര നമുക്കറിയില്ല. ഇനി നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് വേണ്ട ടോട്ടൽ ആവറേജ് വെലോസിറ്റി ആണ് അല്ലെ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് തന്നെ നോക്കിയേ, d1 3x ആണ്, d2 x ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 4x ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് അല്ലെ. ഫസ്റ്റത്തെ കേസിൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 3x ആണ്. 3x ബൈ വെലോസിറ്റി എത്രയാണ്? ഫസ്റ്റ് കേസിൽ 60 പ്ലസ് രണ്ടാമത്തെ കേസിലെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. രണ്ടാമത്തെ കേസിലെ ഡിസ്റ്റൻസ് x ആണ് അല്ലെ. എക്സ് ബൈ വെലോസിറ്റി എത്ര കിട്ടി? വെലോസിറ്റി 40. ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. നോക്കിയേ, ഈ എക്സും എക്സും എല്ലാം ക്യാൻസൽ ആയി പോയി. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം എക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഈ റേഷ്യോയിലുള്ള ഏതെങ്കിലും വെലോസിറ്റി എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് 3:1 ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി 30-10 ആണെങ്കിൽ അങ്ങനെ എടുക്കാം. 300-100 ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പൊ 3:1 എടുത്ത് ചെയ്യാൻ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും. നോക്കിയേ, മുകളിൽ 4 ആണുള്ളത്, താഴെ എന്താ? ഇത് 3/60 എന്ന് പറഞ്ഞാൽ 1/20 അല്ലെ. 1/20 പ്ലസ് 1/40 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടിനെ ഒരു 40 ആക്കാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാ? ഈ 1/20 ഞാൻ 2/20 ആക്കാൻ പോവാണ്. അപ്പൊ നോക്കിയേ, ഈ 1/20 ഞാൻ 2/20 അല്ല 2/40 ആക്കിയത്. ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ 2/40 ആവും അല്ലെ. 2/40 പ്ലസ് 1/40 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/40 ആണ്. അപ്പൊ 3/40 എന്നുള്ളത് എന്താവും? ഇൻറ്റു 40 ആവും. എത്ര കിട്ടും നോക്കിയേ? 4 × 40/3 എത്രയാ? 160/3 ആണ്. 160/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 160/3. അതിൽ 150/3 എന്ന് പറഞ്ഞാൽ 50 ആണ്. ബാക്കി 10/3 എന്ന് പറഞ്ഞാൽ 3 1/3 ആണ്. അപ്പൊ ആൻസർ എന്താ വരിക? 53 1/3 km/h കേട്ടോ. ഇത്രയുള്ള സംഭവം. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ റേഷ്യോയിലുള്ള ഏതെങ്കിലും ഡിസ്റ്റൻസ് എടുത്താൽ ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പോകണ്ട കേട്ടോ. ഇനി എക്സ് ഇട്ടാലും എക്സ് ക്യാൻസൽ ആയി പോകും. പിന്നെ നിങ്ങൾ ഏതെടുത്തിട്ടും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ റേഷ്യോ മാത്രം നമുക്ക് ഇവിടെ എടുത്താൽ മതി. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെ ജസ്റ്റ് നോക്കുക, പ്യുവർ ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും കൂടുതൽ ചിന്തിക്കാനോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനോ ഒന്നും പോകണ്ട. ഈ ഒരു റേഷ്യോയിലുള്ള ഏതെങ്കിലും ഡിസ്റ്റൻസ്, കാരണം അവിടെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡിസ്റ്റൻസിന്റെ റേഷ്യോനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് ഏതായാലും ആൻസർ എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഈ എക്സ് എല്ലായിടത്തും ക്യാൻസൽ ആയി പോയത്. ഈ ഡിസ്റ്റൻസിലും ഇവിടെ താഴെ കാണുന്ന ടൈമിലും എക്സ് എന്തായി പോയി? ക്യാൻസൽ ആയി പോയി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A car covers a certain distance at a speed of 45 km/h and returns to a starting point following the same path at a speed of 36 km/h. Find the average speed for the entire journey. Okay. ഇതും ആവറേജ് സ്പീഡിന്റെ വേറെ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. എങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നോക്കിയേ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് 45 km/h പോയി എന്ന് പറഞ്ഞു. ആൻഡ് റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് പോയ സ്ഥലത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നതോ 36 km/h. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന ചോദ്യം. അപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം പോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. കാരണം എന്താ? അങ്ങോട്ടും പോയ ദൂരം തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ടും വരുന്നത്. അപ്പൊ റേഷ്യോ എന്താ? ഡിസ്റ്റൻസിന്റെ 1:1 ആണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. 1:1 എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മോഡൽ നമുക്ക് ചെയ്യാം. 1:1 റേഷ്യോ എടുത്തിട്ട് ഈ 1:1 റേഷ്യോയിൽ ഏതെങ്കിലും ഡിസ്റ്റൻസ് എടുക്കുക. ഈ 1ഉം 1ഉം എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതായത് ഒരേ ദൂരം അങ്ങോട്ട് പോയി ഒരേ ദൂരം ഇങ്ങോട്ടും വന്നു, അല്ലെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇവിടെ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി കാണാൻ ഇക്വേഷൻ ഉണ്ട്. ഒരു ഉദാഹരണത്തിന് സെയിം ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്. ഒരു സ്ഥലത്തോട്ട് പോകാൻ x km/h
തിരിച്ചു വരാൻ y km/h ആണ് എടുത്തതെങ്കിൽ ഇവിടെ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ഇതായിരിക്കും എന്ത് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി. ഒരു സ്പെഷ്യൽ കേസ് ആണ്, ഓർത്തു വെച്ചോ. അതായത് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, ആദ്യത്തെ കേസിലെ ഡിസ്റ്റൻസും രണ്ടാമത്തെ കേസിലെ ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ എന്ത് കണ്ടാൽ മതി? 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എക്സ് എന്താ അങ്ങോട്ട് പോകാനുള്ള വെലോസിറ്റി, y എന്താ ഇങ്ങോട്ട് വരാനുള്ള വെലോസിറ്റി. ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങോട്ട് പോകാൻ വെലോസിറ്റി ആണ് 2 × xy അല്ലേ, അങ്ങോട്ട് പോകാനുള്ള വെലോസിറ്റി 45 ആണ്, ഇങ്ങോട്ട് വരാനുള്ള വെലോസിറ്റി 36 ആണ്, ഡിവൈഡഡ് ബൈ x പ്ലസ് y. x പ്ലസ് y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 36 പ്ലസ് 45 പറഞ്ഞാൽ 81 ആണ്. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്ത ആൻസർ കിട്ടും. നോക്കി ഇതെങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. 81 പറഞ്ഞാൽ 9 × 9 ആണല്ലേ. അപ്പൊ ഒരു 9 ഇവിടെ പോയാൽ 5 കിട്ടും, ഒരു 9 ഇവിടെ പോയാൽ 4 കിട്ടും. ബാക്കി എത്ര ഉണ്ടാവും? 2 × 5 10, 10 × 4 40. ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അത് ഓർത്തു കേട്ടോ. അതുപോലെ തന്നെ 36 45 ആണ്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക് കൂടെ ഒന്ന് പറയാം. ഒരു സ്ഥലത്തോട്ട് 36 ഒരു സ്ഥലത്തോട്ട് 45 ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 36 45 ഇടക്കായിരിക്കും. അപ്പൊ ഒരിക്കലും എന്ത് വരില്ല? 35 വരില്ല. കാരണം 35 പറഞ്ഞാൽ 36 ചെറുതാണ്. ഇവിടെ ആൻസർ 36 വലുതായിരിക്കും, 45 ചെറുതായിരിക്കും. നോക്കി ഈ ലോജിക് വെച്ച് ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റി. ഇതുപോലെ വേറെ 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും സിമ്പിൾ. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞേ? ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഡിസ്റ്റൻസ് രണ്ടുപേരും സഞ്ചരിച്ച ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്ന ഒരു ഇക്വേഷൻ ലിങ്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി വേറൊരു കേസും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഡിസ്റ്റൻസ് സെയിം ആകുന്ന കേസ് പറഞ്ഞു. ഇനി നമ്മൾ ടൈം സെയിം ആണെന്ന് വിചാരിക്കാം. അതായത് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട്, ഇതാ വേറെ കേസ് നോക്കിക്കോ, ഞാൻ ജസ്റ്റ് എഴുതി തരാം. ഒരാള് ഇപ്പൊ 3 സ്ഥലം വിചാരിക്കും. 3 സ്ഥലം, 3 ഡിസ്റ്റൻസ് ഈക്വൽ ഒന്നുമല്ല, പക്ഷെ ഡിഫറെന്റ് ഡിസ്റ്റൻസുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചത് ഒരു 1 അവറിലാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച 1 അവറിലാണ്, ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് 3 ഡിസ്റ്റൻസും ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിലും സമയം എന്താണ്? സെയിം ആണ്. ഇവിടെ സഞ്ചരിച്ചത് x km/h, ഇവിടെ y ആണ്, ഇവിടെ z ആണ്. ഇനിയിപ്പോ ഒന്നും കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൂടെ കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്, ഓർത്ത് വെച്ചോ. ടൈം സെയിം ആണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന വെലോസിറ്റിന്റെ ഒക്കെ ആവറേജ് ഡയറക്റ്റ് എടുത്താൽ മതി കേട്ടോ. അതായത് ഇവിടെ ആവറേജ് എന്താ എടുക്കുക? 3 ഉണ്ട്, x y z. അപ്പൊ എന്ത് കിട്ടും? x പ്ലസ് y പ്ലസ് z ഡിവൈഡഡ് ബൈ 3 എന്ന് എടുത്താൽ മതി. ഇനി 2 ആണെങ്കിൽ x പ്ലസ് y ബൈ 2. ഇനി 4 ആണെങ്കിൽ a പ്ലസ് b പ്ലസ് c പ്ലസ് d ബൈ 4. ഇത് ഓർത്ത് വെച്ചോ. ടൈം സെയിം ആവുന്ന കേസില്ല കേട്ടോ. ടൈം സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ അതിന്റെ ആവറേജ് എടുത്താൽ മതി കേട്ടോ. ടൈം സെയിം, കാരണം നമ്മുടെ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഈ ടൈം എല്ലായിടത്തും സെയിം ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ വെലോസിറ്റിന്റെ നേരെ ആവറേജ് എടുത്ത് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായോ? ഇത് ഈ 2 സ്പെഷ്യൽ കേസും മനസ്സിലായോ? ടൈം സെയിം ആവുന്ന കേസും പിന്നെ ഡിസ്റ്റൻസ് സെയിം ആവുന്ന കേസും. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ xy ബൈ x പ്ലസ് y കേട്ടോ. ടൈം സെയിം ആണെങ്കിൽ നേരെ ആ വെലോസിറ്റിന്റെ ഒക്കെ ആവറേജ്. അത് 2 കേസ് എടുക്കുക, എക്സും വൈയും. ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ 2xy ബൈ x പ്ലസ് y. ഇനിയോ ടൈം സെയിം ആണെങ്കിലോ x പ്ലസ് y ബൈ 2. ഓക്കെ ആണോന്ന് പറഞ്ഞേ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അപ്പൊ ഇത്രയാണ് ആവറേജ് വെലോസിറ്റിന്റെ കേസിലുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിൽ വരേണ്ടത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടോ ടോട്ടൽ ടൈം ഉണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, നേരെ അത് കിട്ടാൽ മതി. വേറെ ലോജിക്ക് ഒന്നും നോക്കാൻ നേരെ കിട്ടാൽ മതി കേട്ടോ. ഇനി ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും തരില്ല. ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ പോലെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ പോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പക്ഷേ ടോട്ടൽ ടൈം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ ഈ ഡിസ്റ്റൻസ് ഒന്നും വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം കാണാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനിയോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ 2xy ബൈ x പ്ലസ് y. ഇനി ഒരു ക്വസ്റ്റ്യൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ടൈം സെയിം ആണെങ്കിൽ എന്തെടുത്താൽ മതി? വെലോസിറ്റിന്റെ ആവറേജ് എടുത്താൽ മതി. എക്സും വൈ ആണ് വെലോസിറ്റി എങ്കിൽ x പ്ലസ് y ബൈ 2. ഇനി എക്സും വൈ സെഡും ഉണ്ടെങ്കിൽ x പ്ലസ് y പ്ലസ് z ബൈ 3 കേട്ടോ. അടുത്തൊന്നും ചെയ്തേ. ഇനിയാണ് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് കേട്ടോ. ചെയ്ത് നോക്കിയേ. If Anita walks a certain distance at 13 km/h instead of 10 km/h, she would walk 30 km more. The actual distance traveled by Anita is. എങ്ങനെ ചെയ്യാം? പെട്ടെന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞേ. എങ്ങനെ ചെയ്യാം? അതായത് 10 km/h പോകുന്നതിന് പകരം 13 km/h പോയാൽ ഈ അനിതക്ക് ഒരു 30 കിലോമീറ്റർ കൂടെ കൂടുതൽ പോകാൻ പറ്റും. അതായത് certain ടൈമിൽ കേട്ടോ, ഒരു പ്രത്യേക സമയം കൂടുന്നൊന്നുമില്ല. പക്ഷെ വെലോസിറ്റി ജസ്റ്റ് ഒന്ന് 10 13 ആയാൽ ഡിസ്റ്റൻസ് നേരത്തേക്കാൾ ഒരു 30 km/h അല്ല 30 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒന്ന് നമ്മൾ നോക്കിയേ, ഇവിടെ
1 മണിക്കൂറാണ് ഇയാൾ സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇയാൾ എത്ര ദൂരം സഞ്ചരിക്കുമായിരുന്നു എക്സ്ട്രാ? നോക്കിയേ, 10 കിലോമീറ്റർ പെർ അവർ, 10 കിലോമീറ്റർ പെർ അവറിന് പകരം 13 കിലോമീറ്റർ പെർ അവർ ആണ് സഞ്ചരിച്ചത്. അപ്പൊ 1 മണിക്കൂറിൽ ഇയാൾ എത്ര ദൂരം സഞ്ചരിക്കും? 1 മണിക്കൂറിൽ ഇയാൾ 3 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കും അല്ലെ? അതല്ലേ പറഞ്ഞത്? 1 മണിക്കൂറിൽ 10ന് പകരം 1 മണിക്കൂറിൽ 13ന് പോയാൽ കൂടുതൽ എന്താവും? 3 കിലോമീറ്റർ ആണ് കൂടുതൽ. അപ്പൊ 1 മണിക്കൂറിൽ ഇയാൾ കൂടുതൽ 3 കിലോമീറ്റർ വെച്ച് സഞ്ചരിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ 3 അല്ല 30 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട്. നോക്കിയേ, 3ന്റെ 10 ടൈംസ് കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ല 10 മണിക്കൂറാണ്. അതുകൊണ്ടാണ് ഇതെന്തായത് 3 ഉള്ളത് 30 ആയത് അല്ലെ? 1 മണിക്കൂറായിരുന്നെങ്കിൽ 3 കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിക്കുള്ളൂ. പക്ഷെ 30 ആയത് എന്തുകൊണ്ടാ? അത് 10 മണിക്കൂറാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ ശരിക്കും അയാൾ സഞ്ചരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറാണ് കേട്ടോ. ശരിക്കും സഞ്ചരിക്കുന്ന സമയം 10 മണിക്കൂറാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ അനിത. അനിത സഞ്ചരിച്ച ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ എന്ത് വേണം? ഡിസ്റ്റൻസ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം വേണം. ടൈം നമുക്ക് കിട്ടി 10 മണിക്കൂർ കേട്ടോ. ടൈം 10 മണിക്കൂർ കിട്ടി. വെലോസിറ്റിയോ യൂഷ്വൽ അല്ലേ? ആക്ച്വൽ ഡിസ്റ്റൻസാ വേണ്ടത്. ഇതെന്താണ്? ഈ 13 പറഞ്ഞാൽ ഒരു കണ്ടീഷൻ പറഞ്ഞാണ്. 10ന് പകരം 13ൽ പോയാൽ ശരിക്കും പോകുന്ന എത്രയിലാ? പോകുന്നത് 10ലാണ് അല്ലെ? അപ്പൊ 10 × 10 എത്ര കിട്ടും? 10 × 10 എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ. ഇതാണ് ശരിക്കും അനിത സഞ്ചരിക്കുന്ന ദൂരം. ഈ 10ന് പകരം നോക്കിയേ, ഈ 10ന് പകരം 13 ആവുമ്പോൾ സമയം മാറുന്നില്ല. 13 ആവുമ്പോൾ 13 × 10 എന്നാവും. അപ്പൊ ആൻസർ എന്താവും? 130 ആവും. ഈ വ്യത്യാസമാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള 30 കിലോമീറ്റർ കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ടൈപ്പിൽ ചെയ്യാൻ പറ്റുന്നത്. വേറെ ടൈപ്പ് എങ്ങനെ ചെയ്യാം? അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോൺസ്റ്റന്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ടൈം കോൺസ്റ്റന്റ് ആവുമ്പോൾ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുമ്പോൾ, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുമ്പോൾ 3 കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ കോൺസ്റ്റന്റ് തരാം. 2 കേസിലും ടൈം കോൺസ്റ്റന്റ്, ടൈം മാറുന്നില്ല. അപ്പൊ നമ്മൾ നോക്കുക, ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ് അല്ലെ? അല്ലെങ്കിൽ വെലോസിറ്റിന്റെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ വെലോസിറ്റിന്റെ റേഷ്യോ എന്താ? ഫസ്റ്റ് വെലോസിറ്റി 10 ആണ്, 13 ആണ്. ഇതാണ് വെലോസിറ്റി റേഷ്യോ. അപ്പൊ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? 10:13 ആണ്. ഈ റേഷ്യോ മാറൂല. കാരണം എന്തുകൊണ്ടാ? ടൈം ഇവിടെ സെയിം ആണ്. അപ്പൊ ഓർത്തു വെച്ചോ, ടൈം സെയിം ആണെങ്കിൽ വെലോസിറ്റി റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോയും വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 30 കിലോമീറ്റർ കൂടുതൽ പോകുന്നുള്ളത്. ഇവിടെ 10:13 ആണ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ. നോക്കിയേ, ഈ 3 യൂണിറ്റ് ആണ് 30. 3 യൂണിറ്റ് ആണ് 30. അതായത് 3 × 10. അപ്പൊ കറക്റ്റ് വാല്യൂ ആണെങ്കിലോ ഇത് കിട്ടും 10 × 10 എത്ര കിട്ടും? 100. 13 × 10 130. നോക്കിയേ, ഇതാണ് ശരിക്കും സഞ്ചരിക്കുന്ന ദൂരം. സ്പീഡ് കൂട്ടുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? 130. ശരിക്കും സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 100 ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക, ടൈം സെയിം ആണെങ്കിൽ വെലോസിറ്റിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോ. ഇനി വെലോസിറ്റി സെയിം ആണെങ്കിലോ? വെലോസിറ്റി സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ഓർത്ത് വെക്കുക. ഇനി ഡിസ്റ്റൻസ് ആണ് സെയിം എങ്കിലോ, അതായത് ഡിസ്റ്റൻസ് ആണ് കോൺസ്റ്റന്റ് എങ്കിലോ വെലോസിറ്റി റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ഇത് രണ്ടും ഓർത്ത് വെച്ചു. 2 അല്ല 3 ഓർത്ത് വെച്ചു കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വൃത്തിക്ക് ജസ്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇതാ ഈ 3 യൂണിറ്റ് ആണ് 30 കിട്ടിയാൽ 10 യൂണിറ്റ് 100 എന്നുള്ള കിട്ടിയ പേന ഇവിടെ തൊടേണ്ട ആവശ്യം പോലും വരുന്നില്ല കേട്ടോ. അടുത്തടുത്ത്, if Sinu covers a distance of 15.5 km in 5 hours, then the distance covered by him in 6 hours is. പറഞ്ഞേ, 5 മണിക്കൂറിൽ 15.5 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 6 മണിക്കൂറിൽ എത്ര സഞ്ചരിക്കുന്ന ചോദ്യം. പറഞ്ഞേ. ഇവിടെ എന്താ? ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ കൺസെപ്റ്റ്? ഇവിടെ എന്തോ ഒരു സംഭവം കോൺസ്റ്റന്റ് ആണ്. എന്താ ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാന്ന് പറഞ്ഞേ? ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. 3 ടൈം, വെലോസിറ്റി, ഡിസ്റ്റൻസ്, ടൈം അല്ലെ? ഇതിലൊരു സംഭവം കോൺസ്റ്റന്റ് ഏതാണെന്ന് പറഞ്ഞേ? ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് കോൺസ്റ്റന്റ് ഇവിടെ? ഇവിടെ ഏതാ കോൺസ്റ്റന്റ്? ഒന്ന് കമന്റ് ചെയ്തേ. പറ, ആൻസർ അല്ല. ഇവിടെ ഏതാ കോൺസ്റ്റന്റ്? ഒന്ന് കമന്റ് ചെയ്തേ. അത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പറ. ഇവിടെ ഈ കേസിൽ ആദ്യം 5 മണിക്കൂറിന്റെ കേസ് പറയുന്നുണ്ട്, പിന്നെ 6 മണിക്കൂറിന്റെ കേസാണ്. ഇവിടെ 2 സ്ഥലത്തും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതെ, റോഷിൻ പറഞ്ഞു വെലോസിറ്റി അല്ലെ? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. സ്പീഡ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ടൈമിന്റെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോ. അപ്പൊ ടൈമിന്റെ റേഷ്യോ, ടൈം ആദ്യം 5 ആണ്, പിന്നെ 6 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 5:6 തന്നെയായിരിക്കും. ഈ സെയിം റേഷ്യോയിലുണ്ടാവുക. ഇതിൽ ആദ്യം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 15.5 ആണ് അല്ലെ? 5 × എന്താണ് 15.5? ഡെസിമലൊക്കെ മാറ്റി. 5 × എന്താണ് 155? 5 × എന്താണ് 155? 5 × 31 അല്ലേ? അപ്പൊ 6 യൂണിറ്റ് കാണാൻ 6 × 31 ചെയ്താൽ മതി. 6 × 31 എത്രയാണ്? 31 × 6. 30 × 6 എന്ന് പറഞ്ഞാൽ 150 ആണ്. 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 186
6. കറക്റ്റ് ഡെസിമൽ നോക്കുകയാണെങ്കിൽ ഡെസിമൽ ഇവിടെ വരും. അപ്പൊ 18.6 കിലോമീറ്റർ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. അത് ഓർത്ത് നോക്കട്ടെ, വെലോസിറ്റി സെയിം ആയതുകൊണ്ട് ഈ ഒരു റേഷ്യോയിൽ 5 മണിക്കൂറിൽ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, 5 മണിക്കൂറിൽ നോക്കിയേ, 5 മണിക്കൂറിൽ 15.5 സഞ്ചരിക്കുമെങ്കിൽ 6 മണിക്കൂറിൽ നോക്കിയേ 5 × 31 അല്ലേ 35 അല്ല 155. അപ്പൊ 6 × 31 എത്രയാ? 18.6. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഈ ജസ്റ്റ് ഈ കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. കൺസെപ്റ്റ് ലോജിക്ക് എന്താണ്? നമ്മുടെ വെലോസിറ്റി ഇവിടെ സെയിം ആയതുകൊണ്ട് തന്നെ ടൈമിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ഡിസ്റ്റൻസിന്റെ റേഷ്യോയും ഉണ്ടാവുക കേട്ടോ. അടുത്ത ഏത്? നീ ക്വസ്റ്റ്യൻ വായിച്ചേ. A train covers a certain distance in 5 hours at a speed of 240 km/h. If an airplane is to cover the same distance in 45 minutes, what speed should it travel? എന്ന് പറഞ്ഞേ എത്രയാണ്? ഒരു ട്രെയിൻ ഒരു certain ഡിസ്റ്റൻസ് 240 km/h 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. ഇതേ ഡിസ്റ്റൻസ് ഒരു പ്ലെയിൻ 45 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് സ്പീഡിൽ സഞ്ചരിക്കണം എന്നാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം, ഇവിടെ കോൺസ്റ്റന്റ് ഏതാണ്? ഇവിടെ കോൺസ്റ്റന്റ് നോക്കിയേ, ഡിസ്റ്റൻസ് ആണ് കോൺസ്റ്റന്റ്. കാരണം ഫസ്റ്റ് കേസിൽ ട്രെയിൻ കവർ ചെയ്ത അതേ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? കവർ ദ സെയിം ഡിസ്റ്റൻസ്. നോക്കിയേ, ആ ട്രെയിൻ കവർ ചെയ്ത അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ ആരും കവർ ചെയ്യുന്നത്? എയർപ്ലെയിനും കവർ ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെയും എന്ത് കോൺസ്റ്റന്റ് ആണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലെ. വെലോസിറ്റി എത്ര? ഫസ്റ്റ് കേസിൽ 240 ആണ്. നോക്കിയേ, ടൈമോ 5 ആണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ്. വെലോസിറ്റി നമുക്കറിയില്ല, ഈ വെലോസിറ്റി ആണ് നമ്മൾ കാണേണ്ടത്. ടൈം എന്താ? 45 മിനിറ്റ് ആണ്. അപ്പൊ 45 മിനിറ്റ് ഇവിടെ അവറിലായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവറിലാക്കണം, അല്ലെങ്കിൽ ഇവിടെ മിനിറ്റിലാക്കണം. ഇതിലൊന്നും ചെയ്യണം കേട്ടോ. ഇവിടെ 45 മിനിറ്റ് ഞാൻ അവറിലേക്ക് ആക്കാൻ പോവാണ്. 45 മിനിറ്റിന് അവറിലേക്ക് ആക്കുമ്പോൾ എന്ത് കിട്ടും? 45/60. 45/60 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഇത് സോൾവ് ചെയ്ത് എന്ത് കണ്ടാൽ മതി? നമ്മൾ കണ്ടാൽ മതി. എത്ര കിട്ടും? 3ഉം 240 പോയാൽ 80 ആണ്. ഓക്കെ, ഇനി V1 എന്ത് കിട്ടും? 4 × 5 × 80. എത്ര കിട്ടും? 80 × 5 എന്ന് പറഞ്ഞാൽ 400 ആണ്. 400 × 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 400 × 4 എന്ന് പറഞ്ഞാൽ 1600 km/h. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം. ഇനി എപ്പോഴും നമുക്ക് ഡിസ്റ്റൻസ് വെലോസിറ്റി സ്പീഡ് ഒന്നും തരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ആ കൺസെപ്റ്റ് ഓർക്കണം. കൺസെപ്റ്റ് എന്താ? വെലോസിറ്റി അല്ല, ഒരു ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ വെലോസിറ്റി ഏത് റേഷ്യോയിലാണോ അതിന്റെ ഇൻവേഴ്സിലായിരിക്കും എന്ത്? ടൈം ഉണ്ടാവുക. ഓക്കെ, ഇവിടെ വെലോസിറ്റിന്റെ റേഷ്യോ എന്താ നമുക്കറിയില്ല, പക്ഷെ ടൈമിന്റെ റേഷ്യോ നമുക്കറിയാം. നോക്കിയാൽ ടൈമിന്റെ റേഷ്യോ 5 മണിക്കൂർ 45 മിനിറ്റ് ആണ്. അപ്പൊ 5:45 എന്ന് എഴുതരുത് കേട്ടോ, കാരണം ഇത് മണിക്കൂറിലാണ്, ഇത് മിനിറ്റിലാണ്. അപ്പൊ ഒന്നെങ്കിൽ രണ്ടിനെയും മിനിറ്റിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ രണ്ടിനെയും അവറിലോട്ട് മാറ്റുക. അവറിലോട്ട് മാറ്റാൻ എന്താ ചെയ്യാം? അതായത് ഓൾറെഡി അവറിലാണ്, ഇതിനൊരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 5:3/4. 5:3/4 എന്ന് പറഞ്ഞാൽ 20:3 ആണ്. ഇതാണ് ഇവിടുത്തെ ടൈമിന്റെ റേഷ്യോ. അതായത് ആരൊക്കെയായിരുന്നു? ട്രെയിനും പിന്നെ എയർപ്ലെയിനും. ഇവരുടെ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ട്രെയിൻ 20 ആണെങ്കിൽ എയർപ്ലെയിൻ എന്താ? 3 ആണ്. ഓ സോറി, ടൈമിന്റെ റേഷ്യോ ആണല്ലേ. അവിടെ താഴെ എഴുതണം. ടൈമിന്റെ റേഷ്യോ 20:, ഞാനൊന്ന് മുകളിൽ എഴുതണം. ടൈം ഇവിടെ എഴുതുക, വെലോസിറ്റി ഇവിടെ എഴുതുക. പറഞ്ഞേ 20:3. ഇതാണ് ഇവരുടെ ടൈമിന്റെ റേഷ്യോ. അതായത് ട്രെയിനിന്റെയും എയർപ്ലെയിന്റെയും ടൈമിന്റെ റേഷ്യോ 20:3 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഞാൻ പറഞ്ഞു ടൈമിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും വെലോസിറ്റി റേഷ്യോ, 3:20 ആയിരിക്കും കേട്ടോ. അതായത് ട്രെയിനിന്റെ വെലോസിറ്റി 3 ആണെങ്കിൽ എയർപ്ലെയിന്റെ വെലോസിറ്റി 20 ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ട്രെയിനിന്റെ വെലോസിറ്റി എത്രയാ? 240. ഈ 3 യൂണിറ്റ് തന്നിട്ടുണ്ട് 240. 3 × 80 അല്ലെ. അപ്പൊ 20 യൂണിറ്റ് എന്താ? 20 × 80. എത്ര കിട്ടും? 20 × 80 എന്ന് പറഞ്ഞാൽ 1600. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ റേഷ്യോ ഓർത്തു വെക്കുക കേട്ടോ. കാരണം ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് ഡയറക്റ്റ് അതുപോലെ തരണമെന്നില്ല, ടൈമും കാര്യങ്ങളൊന്നും തരണമെന്നില്ല. ഇവിടെ ടൈം തന്നുകൊണ്ട് കുഴപ്പമില്ല, ചിലപ്പോൾ ടൈമിന്റെ ഡിഫറൻസോ അല്ലെങ്കിൽ ലേറ്റ് ആയി എയർലി എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ആ കേസിൽ നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? അടുത്ത ചെയ്ത് A distance is covered by Delhi Metro by an average speed of 48 km/h in 40 minutes. If it has to cover the total distance in 32 minutes, then what should be the speed of the train? എന്ന് പറഞ്ഞേ, നമ്മൾ റേഷ്യോ വെച്ചിട്ട് പെട്ടെന്ന് നോക്കിയേ. ഡൽഹി മെട്രോ അല്ലെ 48 km/h 40 മിനിറ്റ് കൊണ്ട് പോകുന്നുണ്ട്.
ഇനി ഈ സെയിം ഡിസ്റ്റൻസ് 32 മിനിറ്റിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്തായിരിക്കണം എന്നാ ചോദ്യം. അപ്പൊ നോക്കിയേ, ടൈമിന്റെ റേഷ്യോ ആദ്യം 40 ഉള്ളതാണ്, ഇപ്പൊ 32 പോകണം. ഈ റേഷ്യോയിലാണ് ടൈം, അതായത് 5:4. ഇതാണ് ടൈമിന്റെ റേഷ്യോ. ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമുക്കറിയാം ടൈമിന്റെ റേഷ്യോ ഇൻവേഴ്സ് ആയിരിക്കും വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്താവണം? 4:5. നോക്കി പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 4:5 ആണ് വരേണ്ടത് അല്ലെ? അതായത് 5:4 ആണ് നമ്മുടെ ടൈമിന്റെ റേഷ്യോ. അപ്പൊ 4:5 ആണ് വെലോസിറ്റിന്റെ റേഷ്യോ. ഇവിടെ ഫസ്റ്റത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, 4 യൂണിറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 48. 4 × 12. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എന്താ? 5 × 12 60 km/h. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മനസ്സിലായോ? നോക്കിയേ, ആ റേഷ്യോ മെത്തേഡ് അറിയുന്നുണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ നോക്കി 5:4 4:5. 4 യൂണിറ്റ് 48 ആണെങ്കിൽ 5 യൂണിറ്റ് 60. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ് കേട്ടോ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം റേഷ്യോ. അത് ഓർത്ത് വെക്കുക. ഇനി ബാക്കി രണ്ടും സെയിം ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. അത് നോക്കിയേ, ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കിട്ടുന്നു. നോക്കിയേ, അതുപോലെ തന്നെയാണോ? നോക്കിയേ, ഇതൊന്ന് പെട്ടെന്ന് നോക്കിയേ. ഇത് ആ സെയിം ലോജിക് വെച്ച് കിട്ടുന്നുണ്ട്. നോക്കിയേ, എ കാർ കവേഴ്സ് എ certain distance in 8 hours at a speed of 50 km/h. 8 മണിക്കൂർ കിട്ടുന്നുണ്ട് 50 km/h. What should be the increase in his speed to cover the same distance in 5 hours? 8 മണിക്കൂറിൽ സഞ്ചരിച്ച ആ ജേണി 5 മണിക്കൂറിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എത്ര ഇൻക്രീസ് ചെയ്യണം എന്നാ ചോദ്യം. എത്ര വെലോസിറ്റി വേണമെന്നല്ല, വെലോസിറ്റി എത്ര ഇൻക്രീസ് ചെയ്താലാണ് 5 മണിക്കൂർ. സ്വാഭാവികമായിട്ടും 8 മണിക്കൂർ പോകുന്ന ഒരു ഡിസ്റ്റൻസ് 5 മണിക്കൂറിൽ പോകണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കൂട്ടണം അല്ലേ? സമയം കുറയണമെന്നില്ല, വെലോസിറ്റി കൂട്ടിയാലേ സമയം കുറയുള്ളൂ. ആ വെലോസിറ്റി എത്ര കൂട്ടണം എന്നാ ചോദ്യം. നോക്കിയേ, കാണുമ്പോൾ നമുക്ക് ടൈമിന്റെ റേഷ്യോ എന്താ? 8:5 ആണ്. അപ്പൊ വെലോസിറ്റി റേഷ്യോ എന്തായിരിക്കണം? 5:8 ആയിരിക്കും അല്ലെ? 5:8. നോക്കിയേ, ഈ ആദ്യത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്. 5 യൂണിറ്റ് 50 ആണെങ്കിൽ 8 യൂണിറ്റ് എന്ത് കിട്ടും? 80 കിട്ടും. അതായത് ആദ്യം സഞ്ചരിച്ച അതേ ഡിസ്റ്റൻസ് നമ്മൾ ഇപ്പോഴും സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 50 കിലോമീറ്ററിന് പകരം 80 കിലോമീറ്റർ ആവണം അല്ലെ? എത്ര വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കി? 50 ഉള്ളത് ആൻസർ 80 കൊണ്ടേ കുത്തരുത് കേട്ടോ. ആൻസറോട് 80 കുത്തരുത്. ചോദ്യം എന്താ? വാട്ട് ഷുഡ് ബി ദ ഇൻക്രീസ് ഇൻ സ്പീഡ് ആണ്. ഇൻക്രീസ് ഇൻ സ്പീഡ് എത്രയാ? 50 ഉള്ളത് 80 ആവുമെന്ന് പറഞ്ഞാൽ 30 km/h ആണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടത് കേട്ടോ. 80 പോയി ചെയ്യരുത്. 80 പുതിയ സ്പീഡാണ്, പക്ഷെ നേരത്തെ ഓൾറെഡി 50 ഉള്ളത് കൊണ്ട് ഇൻക്രീസ് എത്ര മതി? 30 km/h മതി. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ സബ് ടോപ്പിക് ആണ്. ട്രെയിനിന്റെ ചോദ്യങ്ങൾ വരും, പിന്നെ ബോട്ട് ആൻഡ് സ്ട്രീം വരും. ഇതൊക്കെ നല്ല കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ ക്വസ്റ്റൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്യണം. അടുത്തേത് ഇതാ, ഇനിയൊക്കെ റേഷ്യോന്റെ കളികളാണ്. ടെലിൻ മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 10/11 ഓഫ് നോർമൽ സ്പീഡ് ആൻഡ് ടേക്സ് 13 minutes മോർ ദാൻ നോർമൽ ടൈം. ഫൈൻഡ് ദ യൂഷ്വൽ ടൈം ടേക്ക്. ചെയ്ത് നോക്കിയേ, റേഷ്യോ അറിയുന്നുണ്ട് പെട്ടെന്ന്. ഇവിടെയൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഈക്വൽ ആക്കിയിട്ട് ചെയ്യാൻ നിന്നാൽ ബുദ്ധിമുട്ടാവും. ഇവിടെ നിങ്ങൾക്ക് റേഷ്യോയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ടെലിൻ മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 10/11 ഓഫ് നോർമൽ സ്പീഡ്. അതായത് 10/11 11/10. ശരിക്കും 11 സ്പീഡ് ആയിരുന്നെങ്കിൽ ഇപ്പൊ 10 പോകുന്നത് അല്ലെ? 11 സ്പീഡാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പൊ 10 പോകുന്നത്. അതായത് വെലോസിറ്റി നോക്കിയേ, സ്പീഡ് വെലോസിറ്റിന്റെ റേഷ്യോ 11:10 ആണ്. അതുകൊണ്ടാണ് 10/11 എന്ന് പറഞ്ഞാൽ ആദ്യം 11 ആണെങ്കിൽ ഇപ്പൊ 10 പോകുന്നത്. അതായത് വെലോസിറ്റിന്റെ റേഷ്യോ കിട്ടി. അതുപോലെ തന്നെ ആൻഡ് ടേക്സ് 30 minutes മോർ ദാൻ ഫൈൻഡ് ദ യൂഷ്വൽ ടൈം. സ്പീഡ് കുറച്ചാൽ ടൈം 13 മിനിറ്റ് കൂടുന്ന പറഞ്ഞു. അതിന്റെ അർത്ഥം ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ് അല്ലെ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ വെലോസിറ്റി റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം റേഷ്യോ. എത്രയാണ്? 10:11. ഇതാണ് ടൈമിന്റെ റേഷ്യോ. ഓക്കെ, നേരത്തെ 10 ടൈം ആണെങ്കിൽ ഇപ്പൊ 11 ടൈമിൽ പോകണം. നോക്കി, ആ ഇൻക്രീസ് എത്രയാണ്? 13 മിനിറ്റ് കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ടും വെലോസിറ്റി കുറയുമ്പോൾ സമയം കൂടും. ഇവിടെ 3 യൂണിറ്റാ കൂടുന്ന 3 യൂണിറ്റ് എത്രയാണ്? സോറി, 3 യൂണിറ്റ് അല്ല, ഇവിടെ 1 യൂണിറ്റാ കൂടുന്നത്. ആ 1 യൂണിറ്റ് എത്ര പറഞ്ഞിട്ടുണ്ട്? 13 മിനിറ്റ്. അപ്പൊ 1 യൂണിറ്റ് 13 ആണെങ്കിൽ 10 യൂണിറ്റ് എത്രയാ? 130 മിനിറ്റ് ആണ്. 11 യൂണിറ്റ് 11 × 13 എത്രയാണ്? 143 യൂണിറ്റ്. അതായത് ശരിക്കും നോർമൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആ ജേണി 130 മിനിറ്റിൽ കവർ ചെയ്യേണ്ടതായിരുന്നു. വെലോസിറ്റി 10 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞപ്പോൾ അതെന്തായി? ടൈം 130 പകരം 13 മിനിറ്റ് കൂടിയിട്ട് 143 മിനിറ്റ് ആയി. ഇവിടെ ചോദ്യം വാട്ട് ഈസ് ദ യൂഷ്വൽ ടൈം ആണ്. ശരിക്കും ടൈം എത്രയാ? ശരിക്കും ടൈം 130 മിനിറ്റ് ആണ്. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് 143 പോകേണ്ടി വന്നത്. എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഇനി റേഷ്യോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ചെയ്ത് നോക്കിയേ. ഡ്യൂ ടു എഞ്ചിൻ ഫെയിലർ ആൻഡ് എക്സ്പ്രസ് ട്രെയിൻ റൺസ് അറ്റ് 9/10 ഓഫ് ഇറ്റ്സ് നോർമൽ സ്പീഡ് and reaches at 2:34 p.m. instead of 2:28 p.m. What time did he start running? ചെയ്ത് നോക്കിയേ, സെയിം കൺസെപ്റ്റ് ആണ്. ചെറിയ കുറച്ച് ലോജിക്കൽ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ
നമ്മൾ നേരത്തെ പഠിച്ച അതേ കൺസെപ്റ്റ് ആണ്. ഇവിടെ വെലോസിറ്റിയുടെ റേഷ്യോ നമുക്ക് കിട്ടുമല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ. നോക്കിയേ, റൺസ് അറ്റ് 9/10 ഓഫ് ഇറ്റ്സ് നോർമൽ സ്പീഡ്. നോർമൽ സ്പീഡിന്റെ 9/10 പോകുന്നത്, അതായത് 10ൽ 9. അതായത് ആദ്യം 10 ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 9ലാണ് പോകുന്നത്. ഇതാണ് വെലോസിറ്റി റേഷ്യോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ, കാരണം എഞ്ചിൻ ഫെയിലർ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തി എന്ന് പറഞ്ഞു, പക്ഷെ കവർ ചെയ്യുന്നത് എന്താണ്, സെയിം ഡിസ്റ്റൻസ് ആണ്. 2:28 എത്തേണ്ട ട്രെയിന് 2:34 എത്തി. സ്വാഭാവികമാണ്, കാരണം വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടുതൽ എടുക്കും. ടൈം കൂടുതൽ എടുത്താൽ ലേറ്റ് ആവും അല്ലെ. കറക്റ്റ് സമയത്ത് 2:28 എത്തേണ്ട ട്രെയിൻ ആയിരുന്നു, പക്ഷെ എത്തിയത് 2:34. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞേ 10:9 ആണ് വെലോസിറ്റി റേഷ്യോ എങ്കിൽ ടൈമിന്റെ റേഷ്യോ 9:10. ഇതാണ് ടൈമിന്റെ റേഷ്യോ. ഇനി ഇവിടെ നമുക്ക് കറക്റ്റ് ടൈം കാണണം. എങ്ങനെ കാണും നമ്മൾ? നോക്കിയേ, 2:28 എത്തേണ്ട ട്രെയിൻ ആയിരുന്നു അല്ലെ. 2:28 എത്തേണ്ട ട്രെയിൻ ആയിരുന്നു, എത്തിയത് ഇപ്പൊ എവിടെ? 2:34. അത് എത്ര മിനിറ്റ് ലേറ്റ് ആയി നോക്കിയേ? 6 മിനിറ്റ് ലേറ്റ് ആയി അല്ലെ. അപ്പൊ 6 മിനിറ്റ് എക്സ്ട്രാ സമയം എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്ന 6 മിനിറ്റ്. അപ്പൊ ഒരു യൂണിറ്റ് 6 മിനിറ്റ് ആണെങ്കിൽ 9 യൂണിറ്റ് എത്രയാ? 54 മിനിറ്റ്. 10 യൂണിറ്റ് എത്രയാ? 60 മിനിറ്റ്. അതായത് ആ ജേണിക്ക് ശരിക്കും എടുക്കേണ്ട സമയം 54 മിനിറ്റ് ആയിരുന്നു. അതിപ്പോ സ്പീഡ് കുറഞ്ഞതുകൊണ്ട് 60 മിനിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. 60 മിനിറ്റ് എടുത്തു അല്ലെ. 60 മിനിറ്റ് എടുത്തു ആ ജേണി. 60 മിനിറ്റ് എടുത്തിട്ടാണ് ആ ജേണി 2:34 അവിടെ എത്തിയത്. അപ്പൊ ശരിക്കും ആ ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നോക്കിയേ, 60 മിനിറ്റ് മുമ്പല്ലേ. 2:34 ലേറ്റ് ആയിട്ട് എത്തി, 60 മിനിറ്റ് കൊണ്ട് എത്തി. അങ്ങനെയാണെങ്കിൽ നേരെ 1 മണിക്കൂർ ബാക്കിലോട്ട് പോയാൽ എത്ര കിട്ടും? 1:34 ആ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ചോദ്യം, വാട്ട് ടൈം ഡിഡ് ഹി സ്റ്റാർട്ട് റണ്ണിങ്? ആ ജേണി, ആ ട്രെയിൻ എപ്പോഴാണ് ഓടാൻ തുടങ്ങിയെന്ന ചോദ്യം അല്ലേ. എപ്പോഴാ? 2:34 എത്തിയപ്പോ. ഇത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ശരിക്കും എത്തേണ്ട സമയം എന്ന് പറഞ്ഞാൽ 54 മിനിറ്റ് കൊണ്ടായിരുന്നു. 54 മിനിറ്റ് കൊണ്ട് എത്തുകയാണെങ്കിൽ 2:28 എത്തേണ്ടതാണ്. ഒന്നെങ്കിൽ 2:28 നിന്നും 54 കുറക്ക ബാക്കിലോട്ട്, അല്ലെങ്കിലോ എഞ്ചിൻ ഫെയിലർ ആയതുകൊണ്ട് തന്നെ 60 മിനിറ്റ് കൊണ്ടാണ് എത്തിയത്. 60 മിനിറ്റ് കൊണ്ടാണ് എത്തിയത്. അപ്പൊ ഇപ്പൊ ശരിക്കും എത്തിയത് 2:34 അല്ലെ. 60 മിനിറ്റ് കൊണ്ട് 60 മിനിറ്റ് റൺ ചെയ്തിട്ട് 2:34 എത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്തപ്പോഴാ 1:34. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? 1:40 എന്ന് പറയുന്നു സ്വാതി. 1:40 ആണോ? 1:40 ആണോ? ഞാൻ പറഞ്ഞതാണോ മിസ്റ്റേക്ക്? ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ലേറ്റ് ആയിട്ട് 2:34 എത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 2:28 നിന്നും 54 മിനിറ്റ് കുറച്ചാലും മതി. അങ്ങനെയായാലും കുഴപ്പമില്ല. ഏതാണ് ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പറയേ, ഒന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞതാണോ ക്ലിയർ? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. മനസ്സിലായോ? പറടാ. ക്ലിയർ ആണല്ലേ? 2:34 നിന്ന് 50 കുറച്ച്. അത് പ്രശ്നമാണ് കേട്ടോ. 2:34 കുറക്കാൻ പാടില്ല. 2:34 എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് എത്തിയ സമയമാണ്. ലേറ്റ് ആയിട്ട് ട്രെയിൻ ഓടിയതുകൊണ്ട് തന്നെ ടോട്ടൽ 54 മിനിറ്റിന് പകരം 60 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2:34 60 കുറക്കണം കേട്ടോ. ഓക്കെ, മിസ്റ്റേക്ക് ആണ് അല്ലേ? ഓക്കെ, ശരി. എന്നാ പോട്ടെ. എന്നാ അടുത്ത്, വിനോദ് റീച്ചസ് ഓഫീസ് 5 minutes late by car traveling at 30 km/h. If his speed is 40 km/h, he reaches office 30 minutes early. Find the distance which he covers between his home and office. പറഞ്ഞേ, ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അതായത് വിനോദ് ഓഫീസിൽ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തും കേട്ടോ. എപ്പോ? 30 km/h പോകുന്നതെങ്കിൽ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എപ്പോഴും എത്തുക. അതുപോലെ തന്നെ സ്പീഡ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും സമയം കുറച്ച് നേരത്തെ എത്താൻ പറ്റും അല്ലേ. കാരണം 5 മിനിറ്റ് ലേറ്റ് ആയി എത്തുന്നത് കുറച്ചും കൂടെ നേരത്തെ എത്താൻ പറ്റും, കാരണം സ്പീഡ് കൂട്ടുന്നുണ്ട്. സ്പീഡ് കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇഫ് ഹിസ് സ്പീഡ് ഈസ് 40 km/h, he reaches office 30 minutes early അല്ലേ. സ്പീഡ് കൂട്ടിയപ്പോൾ ഇയാൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. 30 km/h പോകുമ്പോൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. പക്ഷേ 40 km/h പോകുമ്പോൾ ഓഫീസിൽ എത്തേണ്ട സമയത്തിനേക്കാളും അരമണിക്കൂർ നേരത്തെ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് വിച്ച് ഹി കവേഴ്സ് ബിറ്റ്വീൻ ഹിസ് ഹോം ആൻഡ് ഓഫീസ്. വീടും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. നോക്കിയേ, എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇവിടെ നമുക്ക് രണ്ട് സമയത്തും ഇയാൾ കവർ ചെയ്യുന്ന സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലെ. ആദ്യം കവർ ചെയ്യുന്നു, രണ്ടാമത് കവർ ചെയ്യുന്നു, സെയിം ഡിസ്റ്റൻസ് ആണ്. കാരണം രണ്ടും വീടിൽ നിന്നും ഓഫീസിലോട്ടാ പോകുന്നത്. വെലോസിറ്റി കൂടിയും കുറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ വെലോസിറ്റിന്റെ റേഷ്യോ എന്താ? ആദ്യം വെലോസിറ്റി 30 ആണ്, പിന്നെ 40 ആണ്. അപ്പൊ വെലോസിറ്റിന്റെ റേഷ്യോ 3:4 ആണ്.
ഇപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ എടുക്കുന്ന ടൈമിന്റെ റേഷ്യോ 4:3 ആണ്. ആദ്യം 4 യൂണിറ്റ് ടൈമാണ് എടുത്തതെങ്കിൽ ഇപ്പൊ വെലോസിറ്റി കൂട്ടിയത് കൊണ്ട് സമയം കുറച്ച് മതി അല്ലെ, 3 യൂണിറ്റ് മതി. ഈ 4ഉം 3ഉം എത്രയാന്നുള്ളത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കാണാൻ പറ്റും. നോക്കിയേ, ഈ 4ഉം 3 എത്രയാന്ന് പറഞ്ഞേ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടൈമൊന്നും തന്നിട്ടില്ല. 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തി. ഉദാഹരണത്തിന് ഓഫീസിൽ എത്തേണ്ടത് 10 മണിക്കാന്ന് വിചാരിക്കുക. ഓഫീസിൽ എത്തേണ്ടത് 10 മണിക്കായിരുന്നു. പക്ഷെ ആദ്യത്തെ സ്പീഡിൽ ആദ്യത്തെ വെലോസിറ്റിയിൽ പോകുമ്പോൾ ഇയാൾ എത്തുന്നത് 10:05 അത് 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ഇനിയോ വെലോസിറ്റി കൂട്ടിയത് കൊണ്ട് തന്നെ സമയം കുറച്ച് കുറഞ്ഞു. ഇപ്പൊ അയാള് 30 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്. അതായത് 10 മണിക്ക് എത്തേണ്ട ഓഫീസിൽ ഇപ്പൊ എത്തുന്നത് 9:30 നോക്കിയേ, 10:05 എത്തേണ്ട ഇയാള് ഇപ്പൊ 9:30 എത്തുന്നുണ്ട്. എത്ര മിനിറ്റ് നേരത്തെ എത്തി? 35 മിനിറ്റ് നേരത്തെ എത്തി. അതായത് 35 മിനിറ്റ് ഇവിടെ സമയം കുറഞ്ഞു കിട്ടി അല്ലെ. ഇയാളുടെ ജേണിയിൽ 35 മിനിറ്റ് സമയം കുറഞ്ഞു കിട്ടി. അതാണ് ഈ 3, 4 ഉള്ളത് 3 ആയിട്ട് കുറഞ്ഞത്. ഇവിടെ 1 യൂണിറ്റ് ആണ് കുറഞ്ഞെങ്കിൽ ശരിക്കും അത് 35 യൂണിറ്റ് ആണ്. ശരിക്കും 35 യൂണിറ്റ് ആണെങ്കിൽ 4 യൂണിറ്റ് എന്താ? 4 × 35 എന്ന് പറഞ്ഞാൽ 140. 3 × 35 പറഞ്ഞാൽ 105. അപ്പൊ ഇവിടെ ആദ്യം ഇയാൾ സഞ്ചരിച്ചത് 140 മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇയാൾ സഞ്ചരിക്കുന്നത് 105 മിനിറ്റ് ആണ്. ആ സ്പീഡ് കൂട്ടിയത് കൊണ്ടായിരിക്കും 35 മിനിറ്റ് ഇവിടെ ലാഭിക്കാൻ പറ്റി കേട്ടോ. പക്ഷെ നമുക്ക് ഇതൊന്നും അല്ല വേണ്ട. നമുക്ക് വേണ്ട എന്താ? വീടും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. വീടും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ, ഡിസ്റ്റൻസ് നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി വേണം, ടൈം വേണം. ഒന്നെങ്കിൽ ആദ്യം സഞ്ചരിച്ച വെലോസിറ്റി വേണം, ആദ്യം സഞ്ചരിച്ച ടൈം വേണം. അല്ലെങ്കിൽ രണ്ടാമത് സഞ്ചരിച്ച വെലോസിറ്റി വേണം, രണ്ടാമത് സഞ്ചരിച്ച ടൈം വേണം. ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ലേ, ആദ്യം സഞ്ചരിച്ച വെലോസിറ്റി 30 ആണ്. ആദ്യം സഞ്ചരിച്ച ടൈം നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്തു, 30 × 140 കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യാം, 30 ആണ് വെലോസിറ്റി, ടൈം എന്താ 140. 140 മിനിറ്റിലായതുകൊണ്ട് അതിനെ നമ്മൾ അവറിലേക്ക് മാറ്റണം. കാരണം ഇവിടെ വെലോസിറ്റി കിടക്കുന്നത് 30 km/h അപ്പൊ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും, ഒരു /60 ചെയ്യും. എത്ര കിട്ടും എന്ന് പറഞ്ഞേ. 30ഉം 60ഉം പോയാൽ 2. 140/2 എന്ന് എത്ര കിട്ടും, 70 കിലോമീറ്റർ. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനിയിപ്പോ ഇതിൽ കിട്ടുന്നത് രണ്ടാമത്തെ നോക്കിയാലും മതി. രണ്ടാമത് സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 40 ആണ്. കാരണം രണ്ട് സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരേ ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഈ വെലോസിറ്റി ഇൻഡ്യൂ ടൈം കൊടുത്താലും ഈ വെലോസിറ്റി ഇൻഡ്യൂ ടൈം കൊടുത്താലും ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ നോക്കിയേ, 40 ആണ് വെലോസിറ്റി. ടൈമോ, ടൈം എന്ന് പറഞ്ഞാൽ 105 മിനിറ്റ് ആണ്. 105 മിനിറ്റിനെ നമ്മൾ അവറിലേക്ക് മാറ്റാൻ /60 ചെയ്യണം. എത്ര കിട്ടും? 40, 60 കട്ട് ചെയ്ത് പോയാൽ 2/3 ആണ്. 105/3 എന്ന് പറഞ്ഞാൽ 35 ആണ്. 35 × 2 എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും, 70 കിട്ടും കേട്ടോ. മനസ്സിലായോ? ചില ആൾക്കാർ ഇതിന് ഡയറക്റ്റ് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ അധികം ഇക്വേഷൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനങ്ങനെ സമയമൊന്നും എടുക്കൂല കേട്ടോ. റേഷ്യോ 3:4 ആണെങ്കിൽ ടൈം 4:3 ആയിരിക്കും. ആ വെലോസിറ്റി ഡിഫറൻസ് ഒന്ന് ഏർലിയും ഒന്ന് ലേറ്റും ആണ്. അപ്പൊ ടൈം ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് 5 മിനിറ്റ് ലേറ്റ് ആണ്, ഒന്ന് പറഞ്ഞ സമയത്തിനേക്കാളും 30 മിനിറ്റ് നേരത്തെയാണ്. അപ്പൊ ഇത് രണ്ടിന്റെ ടൈം ഡിഫറൻസ് കാണാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ രണ്ടും ലേറ്റ് ആയിരിക്കും. ക്വസ്റ്റനിൽ പറയും, ഉദാഹരണത്തിന് 10 മണിക്ക് എത്തേണ്ടതായിരുന്നു, ആദ്യം ഇയാൾ 10 മിനിറ്റ് ലേറ്റ് ആണ്, 10:10 എത്തുന്നത് കേട്ടോ. 10 മിനിറ്റ് ലേറ്റ് ആണ്. പിന്നെ വെലോസിറ്റി കൂട്ടിയപ്പോൾ 10:05 എത്തി, കുറച്ച് നേരത്തെ എത്തി, പക്ഷെ ഇപ്പോഴും ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ നേരത്തെ കേസിൽ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇവിടെ നോക്കിയേ, 10 മിനിറ്റ് ലേറ്റ്, 5 മിനിറ്റ് ലേറ്റ്, ഡിഫറൻസ് എത്രയാ, 5 മിനിറ്റ്. ഇങ്ങനെയാണ് ഡിഫറൻസ് എടുക്കുക കേട്ടോ. അല്ലാതെ 10+5 അല്ല. ഇവിടെ നമ്മൾ 30+5 ആണ് എടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ കേസിൽ നമ്മൾ 10+5 എടുക്കരുത്, കാരണം രണ്ടും ലേറ്റ് ആണ്. ഇനി രണ്ടും ഏർലി ആണെങ്കിലും ഇതുപോലെ തന്നെ. പക്ഷെ ഒന്ന് ഏർലി ഒന്ന് ലേറ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി കൺഫ്യൂഷൻ ആൾക്കാർ ഇതുപോലെ സമയം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. കാരണം 10:10 എത്തേണ്ട ആള് ഇപ്പൊ 10:05 എത്തി. അപ്പൊ 5 മിനിറ്റ് നേരത്തെ എത്തി കേട്ടോ. ഓക്കെ, അടുത്ത ചെയ്ത്. Apurva traveled equal distance at speeds of 10 km/h, 20 km/h and 6 km/h and took a total time of 19 minutes. Find the total distance traveled in kilometer. പറഞ്ഞേ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ 2 കേസേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 3 കേസാണ്. 3 ഈക്വൽ ഡിസ്റ്റൻസ് ഈ അപൂർവ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഡിസ്റ്റൻസിൽ ഇയാൾ 10 km/h, രണ്ടാമത്തേതിൽ 20 km/h, മൂന്നാമത്തേതിൽ 6 km/h പോയത്. ടോട്ടൽ ഇതിന് എത്ര സമയം എടുത്തു? 19 മിനിറ്റ് എടുത്തു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് ടൈം എന്ന് കാണട്ടെ. അല്ല, ടൈം അല്ല, എത്ര ഡിസ്റ്റൻസ് ആണ് ഇയാൾ സഞ്ചരിച്ചെന്ന് കാണുന്നത്. ഇത് പല രീതിയിൽ കാണാം. ഒന്നെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടിട്ട് അതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കാണാം. ഇവിടെ 3 ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, അതിൽ ഒരു ഡിസ്റ്റൻസ് കണ്ടിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. ഇവിടെ നമുക്ക് കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. 3 ഡിസ്റ്റൻസും ഇയാൾ സഞ്ചരിച്ചത് ഡിഫറെന്റ് വെലോസിറ്റിയിലാണെങ്കിലും സഞ്ചരിച്ച ദൂരം എന്താണ്? സെയിം ആണ്.
അപ്പൊ നമ്മൾ വെലോസിറ്റിന്റെ റേഷ്യോ നോക്കിയാൽ വെലോസിറ്റിന്റെ റേഷ്യോ ആദ്യം 10 പിന്നെ 20 പിന്നെ 6. ഇതാണ് വെലോസിറ്റിന്റെ റേഷ്യോ. ഒരു 2 കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 5, 10, 3. ഇതാണ് വെലോസിറ്റിന്റെ റേഷ്യോ. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? ടൈമിന്റെ റേഷ്യോ കാണാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ ബി കാണണമെങ്കിൽ ഇത് മറച്ചു പിടിക്കുക. 10 × 3 എത്രയാണ്? 30. ഇനി രണ്ടാമത്തെ ആണ് കാണുന്നതെങ്കിൽ 10 മറച്ചു പിടിക്കുക. 5 × 3 15. മൂന്നാമത്തെ കാണണമെങ്കിൽ 3 മറച്ചു പിടിക്കുക. 5 × 10 50. ഇതാണ് ടൈമിന്റെ റേഷ്യോ. അപ്പൊ ഇത് വീണ്ടും ചെറുതാക്കിയാൽ എത്ര കിട്ടും? ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 3, 10. ഇതാണ് ടൈമിന്റെ റേഷ്യോ. അതായത് വെലോസിറ്റിന്റെ റേഷ്യോ 5, 10, 3 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ 6, 3, 10 ആണ്. അതായത് ഈ ഫസ്റ്റത്തെ ഫേസ് 10 km/h സഞ്ചരിച്ചപ്പോൾ അവിടെ 6 യൂണിറ്റ് സമയം എടുത്തു. ഈ സ്പീഡ് കുറച്ച് കൂടിയില്ലേ? സ്പീഡ് 20 km/h സ്വാഭാവികമായിട്ട് സമയം കുറയും. സമയം എത്രയായി? 3 ആയിട്ട് കുറഞ്ഞു. ഇനി ഇവിടെ വീണ്ടും 6 km/h പോകുന്നു. അപ്പൊ അതിന് 10 യൂണിറ്റ് സമയം എടുത്തു. 6, 3, 10 ടോട്ടൽ എത്രയാ നോക്കി? 6, 3, 10 ടോട്ടൽ 19 യൂണിറ്റ് ആണ്. 19 യൂണിറ്റ് അതൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സഞ്ചരിച്ച സമയം പറഞ്ഞിട്ടുണ്ട്. 19 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 19 മിനിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണ് സമയം. ഫസ്റ്റ് സഞ്ചരിക്കാൻ എടുത്ത സമയം 6 മിനിറ്റ്, രണ്ടാമത് സഞ്ചരിക്കാൻ എടുത്ത സമയം 3 മിനിറ്റ്, മൂന്നാമത് സഞ്ചരിക്കാൻ എടുത്ത സമയം 10 മിനിറ്റ്. ഇതാണ് സഞ്ചരിക്കാൻ എടുത്ത സമയം. നമുക്കിവിടെ എന്താ വേണ്ടത്? നമുക്കിവിടെ ഡിസ്റ്റൻസിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത് അല്ലെ? കാരണം ഇവിടെ 3 ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്. ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസ്, 3 ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് ഡിസ്റ്റൻസ് 10 km/hലും രണ്ടാമത്തെ ഡിസ്റ്റൻസ് 20 km/hലും മൂന്നാമത്തെ ഡിസ്റ്റൻസ് 6 km/hലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് വേണം? വെലോസിറ്റി ഇൻറ്റു ടൈം വേണം. അപ്പൊ വെലോസിറ്റി നമുക്ക് 3ലും ഉണ്ട്. ഇനി ടൈമും കൂടെ കിട്ടിയാൽ മതി. ടൈം നമുക്ക് കിട്ടിയ എത്രയാ? 6. ഇതാണ് വെലോസിറ്റി. ടൈം എത്രയാ? 6, 3, 10 കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ഡിസ്റ്റൻസ് കിട്ടും. അത് തന്നെയാണ് ബാക്കിയുള്ള 2 ഡിസ്റ്റൻസ്. അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് എത്ര എന്ന് പറഞ്ഞേ? ഡിസ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ ചെയ്യാം അല്ലെ? ഡിസ്റ്റൻസ് കിട്ടാൻ നമുക്ക് എന്തിനാ വേണ്ടത്? കിലോമീറ്ററിലാണ് വേണ്ടത്. ഫസ്റ്റ് വെലോസിറ്റി 10 km/hലാണ്. ടൈമോ 6 മിനിറ്റ് ആണ്. ഇവിടെ km/hലായതുകൊണ്ട് പിന്നെ നമുക്ക് ആൻസർ കാണുന്നത് കിലോമീറ്ററിലായതുകൊണ്ട് നമ്മൾ ടൈമിന് എന്ത് മാറ്റണം? അവറിലേക്ക് മാറ്റണം. അപ്പൊ എത്ര കിട്ടും? 6 മിനിറ്റ് അല്ല, 6/60 മിനിറ്റ്. ഇതാണ് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ്. നമുക്കിനി 3 കാണുന്നുണ്ടെങ്കിൽ ഇൻറ്റു 3 ചെയ്താൽ മതി. ഇതിന് നിങ്ങൾ ഇവിടെ എടുത്ത് ചെയ്താൽ ഇത് ആൻസർ കിട്ടുക കേട്ടോ. ചെയ്തൊക്കെ എത്ര കിട്ടും? ടോട്ടൽ 60/60. ഇത് 1 ആയി പോയി. ബാക്കി 3. ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക കേട്ടോ. 3 ആണ് ആൻസർ വരിക. ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് 1 എഴുതിയാൽ മതി. പക്ഷെ 3 ഡിസ്റ്റൻസ്, അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് നമുക്ക് 1 കിട്ടും ഇവിടുന്ന്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഡിസ്റ്റൻസ് കിട്ടും കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് സെയിം ആണ്. ഒരു ഡിസ്റ്റൻസ് 10, ഒരു ഡിസ്റ്റൻസ് 20, ഒരു ഡിസ്റ്റൻസ് 6. ഇതിന്റെ 3ന്റെയും കൂടെ കൂട്ടി ആവറേജ് വെലോസിറ്റി എത്രയാണ് നോക്കുക. അതിനെന്ത് ചെയ്താൽ മതി? 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ആവറേജ് വെലോസിറ്റി കിട്ടിയാൽ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് കാണുക. ഇവിടുത്തെ ടോട്ടൽ ടൈം 19 കിട്ടിയിട്ടുണ്ട്. 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ഡിസ്റ്റൻസ് 3 എന്ന് കിട്ടും കേട്ടോ. കിട്ടാതിരിക്കൊന്നുമില്ല, ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കാണേണ്ടതെന്നുള്ളത് നമ്മൾ 3-4 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് റേഷ്യോ 1:1:1 എടുക്കുക. അപ്പൊ ഡിസ്റ്റൻസ് 1 എടുത്താൽ മതി. 1 എടുത്തിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ഡീപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ആവില്ല കേട്ടോ. കൃത്യമായിട്ട് നോക്കിയിരിക്കുക. പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ? ചെറുതായിട്ടെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും എടുത്ത് കാണുക കേട്ടോ. ഒന്ന് പറഞ്ഞേ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യം ചെയ്ത്. A car is twice as fast as car B and car B is thrice times as fast as car C. How much time will car B takes to cover the distance covered by car in 60 minutes? ഒന്ന് പറഞ്ഞേ. 3 കാർ അല്ലേ? A, B, C. വെലോസിറ്റിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റിന്റെ റേഷ്യോ ചെയ്ത് നോക്കിയേ. A car is twice as fast as car B. കാർ ബിന്റെ ഇരട്ടി സ്പീഡാണ് ആർക്ക്? കാർ എക്ക് അല്ലെ? അപ്പൊ 2:1 ആണ് കാർ എയും ബിയും തമ്മിലുള്ള വെലോസിറ്റിന്റെ റേഷ്യോ. അതുപോലെ തന്നെ കാർ ബി ഈസ് 3 times as fast as കാർ സി. കാർ സിനെക്കാളും 3 times ഫാസ്റ്റ് ആണ് ആര്? കാർ ബി. അപ്പൊ കാർ ബിയും കാർ സിയും തമ്മിലുള്ള റേഷ്യോ 2:3:1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കാർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞേ 2 × 3
6 ആണ്. 1 into 3 3 ആണ്. 1 into 1 1 ആണ്. ഇതാണ് ഇവിടുത്തെ ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ. ഓക്കെ ആണോ? ഇനിയോ, ഹൗ മച്ച് ടൈം will car B takes to cover the distance covered by car C in 60 minutes? ഇവിടെ ചോദ്യം ഇതാണ്, ഹൗ മച്ച് ടൈം വിൽ കാർ ബി ടേക്ക് ടു കവർ ദ ഡിസ്റ്റൻസ് കവേർഡ്? കാർ സി 60 മിനിറ്റിൽ കവർ ചെയ്തൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ കാർ ബി എത്ര സമയം എടുക്കുന്ന ചോദ്യം കേട്ടോ. ഇവിടെ ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് കാർ സി 60 മിനിറ്റിൽ കവർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ കാർ ബി എത്ര സമയം കൊണ്ട് കവർ ചെയ്യുന്ന ചോദ്യം. അപ്പൊ നമുക്കിവിടെ കാർ ബിയും സിയും മാത്രം എടുത്താൽ മതി. നോക്കിയേ, വെലോസിറ്റി റേഷ്യോ എന്താ? കാർ ബിയും സിയും, കാർ ബിന്റെ സിന്റെ വെലോസിറ്റി റേഷ്യോ 3:1 ആണ്. അപ്പൊ നമുക്കറിയാം ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് രണ്ടും സെയിം ഡിസ്റ്റൻസ് അല്ലെ, കാരണം സി സഞ്ചരിച്ച അതേ ഡിസ്റ്റൻസ് ബി സഞ്ചരിക്കാനാണ് ചോദ്യം. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. എത്ര കിട്ടും? 1:3 ആണ്. ഓക്കെ ആണോ? അവിടെ വെലോസിറ്റി കൂടുതൽ ബീക്ക് ആയതുകൊണ്ട് തന്നെ ടൈം കുറവായിരിക്കും, ബീക്ക് ആയിരിക്കും. ഇവിടെ സമയം ആരെ തന്നിട്ടുള്ളത്? കാർ സി 60 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്തത് അല്ലെ. അതായത് ഈ 3 യൂണിറ്റ് ആണ് 60. 3 into 20. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ത് കിട്ടും? 1 into 20. എത്ര കിട്ടും? 20 മിനിറ്റ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇവിടെ നമ്മൾ ബിയും സിയും, എയും സിയും തമ്മിലാണ് കണക്ഷൻ ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കണക്ട് ആക്കിയിട്ട് ചെയ്യണം. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബിയും സിയും തമ്മിലാണ് അല്ലെ. കറക്റ്റ് ചെയ്യാനല്ലേ ആൻസർ? അതെ, എല്ലാവരും കിട്ടിയിട്ടുണ്ട് അല്ലെ. എ ആണ് ആൻസർ വരിക കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ മതി. വെലോസിറ്റിന്റെ റേഷ്യോ 3:1 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ 1:3 ആവും. സി കവർ ചെയ്യാനെടുത്ത സമയം 3 യൂണിറ്റ്, അത് 60 ആണെങ്കിൽ 1 യൂണിറ്റ് കൊണ്ട് ആര് കവർ ചെയ്യും? ബി അത് കവർ ചെയ്യും. അത് 3/1 സമയം കൊണ്ട് ആര് കവർ ചെയ്യുന്നുണ്ട്? ബി കവർ ചെയ്യുന്നുണ്ട്. കാരണം 60 മിനിറ്റ് കൊണ്ട് പോകുന്ന ദൂരം ഇയാൾ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഇയാൾ കവർ ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത്. എ ട്രെയിൻ ഈസ് റണ്ണിങ് അറ്റ് 50% more speed than bus. Both start running from Karnal at the same time and reach Panipat, which is 75 km away from Karnal at the same time. However, on the way, the train stopped at a station for about 12.5 minutes. Find the speed of the bus. ഇതൊന്ന് പറഞ്ഞേ, എങ്ങനെ ചെയ്യാം? നിങ്ങൾ കാണുമ്പോൾ വലിയൊരു ചോദ്യം, വലിയ എന്ത് സംഭവമായിട്ട് ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്ക് തോന്നും. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എ ട്രെയിൻ ഈസ് റണ്ണിങ് 50% more speed than bus. ആദ്യം തന്നെ അതേ എഴുതി വെക്കുക, ട്രെയിനും ബസ്സും തമ്മിലാണ് വെലോസിറ്റി റേഷ്യോ എന്താ? ട്രെയിൻ 50% കൂടുതലാണ് അല്ലെ. അപ്പൊ 3:2 ആണ്. ബസ്സിനെക്കാളും 50% കൂടുതലാണ്. അപ്പൊ 3:2 ആണ് വെലോസിറ്റി റേഷ്യോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. Both start running from Karnal at the same time and reach Panipat, which is 75 km away from Karnal at the same time. രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, ഒരേ സമയത്ത് പാനിപ്പത്ത് എത്തുകയും ചെയ്തു കേട്ടോ. ഒരേ സമയത്ത് കർണാലിന് സ്റ്റാർട്ട് ചെയ്തു, ഒരേ സമയത്ത് പാനിപ്പറ്റിൽ എത്തുകയും ചെയ്തു. ഒരിക്കലും അത് പോസിബിൾ ആണോ? അല്ല, കാരണം രണ്ടുപേരുടെയും വെലോസിറ്റി വ്യത്യാസമുണ്ട്. സ്പീഡ് കൂടുതലുള്ള ആരാണ്? ട്രെയിനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രെയിൻ ആണ് ആദ്യം എത്തേണ്ടിയിരുന്നത്. പക്ഷെ രണ്ടുപേരും ഒരേ സമയത്ത് എത്തി. അതെന്തുകൊണ്ടാണ് അടുത്ത സെന്റൻസ് പറയുന്നത്? എന്താ? However, on the way, the train stopped at a station for 12.5 minutes. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ 12.5 മിനിറ്റ് നിർത്തിയത് കൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഒരിക്കലും ട്രെയിൻ നിർത്താതെ പോകുന്ന ട്രെയിൻ ആണെങ്കിൽ ഒരിക്കലും രണ്ടും ഒരേ സമയത്ത് എത്തൂല. ഒരേ സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? രണ്ടും ഒരേ വെലോസിറ്റിയിൽ പോകണം കേട്ടോ. പക്ഷെ ഇവിടെ ഒരേ സമയത്ത് രണ്ടുപേരും എത്തുന്നത് എന്തുകൊണ്ടാ? 12 മിനിറ്റ് ആര് ലേറ്റ് ആക്കിയിട്ടുണ്ട്? 12 മിനിറ്റ് ട്രെയിൻ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തിയിട്ട് ലേറ്റ് ആക്കിയത് കൊണ്ടാണ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ഈ ബസ്സിന് ഓടിയിട്ട് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയത്. അതിന്റെ അർത്ഥം ഈ ബസ്സും ട്രെയിനും ഓടുന്ന സമയത്തിന്റെ ഡിഫറൻസ് ആണെന്ത്? ഈ 12.5 മിനിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആര് ഒരേ സമയത്ത് എത്തിയത് കേട്ടോ. അപ്പൊ ഇവിടെ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞേ, ശരിക്കും ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 2:3 ടൈം മതി അല്ലെ. കാരണം വെലോസിറ്റി 3:2 ആണെങ്കിൽ ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 2:3. ട്രെയിനിന് വെറും 2 യൂണിറ്റ് മതി, ബസ്സിന് എന്ത് വേണം? 3 യൂണിറ്റ് വേണം. പക്ഷെ എന്നിട്ട് ഒരേ സമയത്ത് എത്തി. എന്തുകൊണ്ടാ? അത് 12 മിനിറ്റ് ലേറ്റ് ആക്കിയത് കൊണ്ടാണ്. അപ്പൊ ഈ 1 മിനിറ്റ് നോക്കിയേ, ഈ 1 യൂണിറ്റ് ആണ് ഈ കാണുന്ന 12.5 മിനിറ്റ്. കാരണം അത്രയും 1 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. സോറി, 1 മിനിറ്റ് അല്ല, 12.5 മിനിറ്റ് എക്സ്ട്രാ ആര് എടുക്കുന്നുണ്ട്? ശരിക്കും ബസ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഒരേ സമയത്ത് എത്തിയതാ 12.5 മിനിറ്റ് ആര് ലേറ്റ് ആക്കിയതുകൊണ്ടാ? ട്രെയിൻ ലേറ്റ് ആക്കിയതുകൊണ്ട് കേട്ടോ. അപ്പൊ ഈ 1 യൂണിറ്റ് ആണ് 12 മിനിറ്റ്. ഓക്കെ ആണോ? അങ്ങനെ 2 യൂണിറ്റ് എന്താ? 25 മിനിറ്റ്. 3 യൂണിറ്റ് എന്താ? 37.5 മിനിറ്റ്. ഓക്കെ ആണോ? നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബസ്. ബസ്സിന്റെ സ്പീഡ് എത്രയായിരിക്കും? അപ്പൊ സ്പീഡാണ് വേണ്ടത് അല്ലെ. ബസ്സിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് എന്താ? 75 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസ് എത്രയാ? 75 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ടൈമോ? ആരുടെ സ്പീഡാണ്? ബസ്സിന്റെ കണ്ടല്ലേ. ബസ്സിന്റെ ടൈമാണ് നമുക്ക് വേണ്ടത്. എത്ര കിട്ടും? 37.5.
37.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. ഈ ടൈം എന്തിലാണ്? ഈ ടൈം ഒക്കെ നമുക്ക് കിട്ടിയിട്ടില്ല, നോക്കിയേ, മിനിറ്റിലല്ലേ തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ആണ് കിലോമീറ്ററിലാണ്. അപ്പൊ നമുക്ക് ആൻസർ വേണ്ടത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ടൈമിനെ നമ്മൾ അവറിലോട്ട് മാറ്റണം. അവറിൽ മാറ്റാൻ എന്ത് ചെയ്യും? അവറിൽ മാറ്റാൻ മിനിറ്റിനെ നമ്മൾ ജസ്റ്റ് ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഡിവൈഡഡ് ബൈ 60 എന്നുള്ളത് ഇൻറ്റു 60 ആവും. എത്ര ആൻസർ എന്ന് പറഞ്ഞേ? 75 37.5 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രയാണ്? 2 ആണ്. 2 × 60 എന്ന് എത്ര കിട്ടും? 120 കിലോമീറ്റർ പെർ അവർ. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, കറക്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കേട്ടോ. സിമ്പിൾ ആണ് ചോദ്യം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ചെയ്തേ. The ratio of the speeds of A and B is 4:5 and hence A takes 20 minutes more than the time taken by B to reach the destination. If A had walked at double speed, he would have covered the distance. ചെയ്തു നോക്കിയേ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എൻ്റെയും ബിന്റെയും സ്പീഡിന്റെ അല്ലെങ്കിൽ വെലോസിറ്റിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. എ ബിന്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5 ആണ്. ഇനിയോ ആൻഡ് ഹെൻസ് എ ടേക്സ് 20 minutes more than the time taken by B to reach the destination. ലക്ഷ്യത്തിലെത്താൻ അത് രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസ് പോവാണ്. അതുകൊണ്ട് തന്നെ എ 20 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. എ 20 മിനിറ്റ് കൂടുതൽ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ വെലോസിറ്റി കുറവാണ്. സ്വാഭാവികമായിട്ട് സമയം കൂടുതൽ എടുക്കും. ആ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? 5:4 ആണ് കേട്ടോ. കാരണം വെലോസിറ്റി കുറഞ്ഞുകൊണ്ട് സമയം കൂടുതൽ എടുക്കും. ആ സമയം കൂടുതൽ പറയേണ്ടത് എത്രയാണ്? 20 മിനിറ്റ് ആണ്. അപ്പൊ ഈ കൂടുതൽ 4 5 എടുക്കാൻ 1 യൂണിറ്റ് 20 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാണ്? 100 ആണ്. 4 യൂണിറ്റ് എത്രയാണ്? 4 യൂണിറ്റ് 80 ആണ്. ഇതാണ് ശരിക്കും എ ബി എടുക്കുന്ന സമയം. 100 മിനിറ്റും 80 മിനിറ്റും കേട്ടോ. ഓക്കെ, ഇനി സംഭവം എന്താണ്? ഇനി എ ഡബിൾ സ്പീഡിൽ പോവാണ് കേട്ടോ. എ ഇപ്പൊ പോയിന്റ് ഡബിൾ സ്പീഡിൽ പോവാണ്. അപ്പൊ എ ഇപ്പൊ പോയത് 4-ലാണെങ്കിൽ ഇനി പോകുന്നത് 3-ലാണ്. എ പോകുന്നത് 8-ലാണ്. അതായത് വെലോസിറ്റി നോക്കിയാൽ വെലോസിറ്റി ഡബിൾ ആക്കുക. വെലോസിറ്റി ഡബിൾ ആക്കുമ്പോൾ അത് 1:2 ആക്കുമ്പോൾ നമുക്കറിയാം ടൈം എന്താവും? 2:1 ആയിട്ട് കുറയും അല്ലെ. വെലോസിറ്റി ഇരട്ടി ആവുമ്പോൾ സമയം എന്ത് മതി? പകുതി മതി. അതാണ് റേഷ്യോന്റെ അർത്ഥം പറയുന്നത്. 1:2 സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ ടൈം എന്ത് മതി? 2:1 ആയി മതി. 2:1 എന്ന് പറഞ്ഞാൽ നേരെ പകുതി ആയാൽ മതി. അതല്ല ചോദ്യം. ഓക്കെ, അപ്പൊ ഏന്ന് പറഞ്ഞ സംഭവം ഇനി വെലോസിറ്റി ഡബിൾ ആക്കിയാൽ ടൈം എന്ത് മതി? പകുതി മതി അല്ലെ. ടൈം ആദ്യം 100 ഉള്ളത്, ഇപ്പൊ എന്ത് മതി? 50 മതി. 50 മിനിറ്റ് മതി. ഏത് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? എ ശരിക്കും ഈ ദൂരം സഞ്ചരിക്കാൻ 100 മിനിറ്റ് എടുക്കുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എ സ്പീഡ് ഡബിൾ ആക്കിയാൽ ടൈം എന്താവും? നേരെ പകുതിയാവും. അപ്പൊ എ ഡബിൾ ആക്കി, അപ്പൊ ടൈം നേരെ പകുതിയാക്കിയാവും കേട്ടോ. ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ട്രാവലിംഗ് അറ്റ് 3/5 ഓഫ് അവർ യൂഷ്വൽ സ്പീഡ്. എല്ലാം ഈ സെയിം മോഡലാട്ടോ. ഒരുപാട് ഈ മോഡലിൽ ചോദിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് സെയിം ആവുന്നതാണ്. അത് 50% ചോദ്യങ്ങളും ഉണ്ടാവും. Traveling at 3/5 of her usual speed, Simran covered a distance of 42 kilometers in 35 minutes. What distance will Simran cover in 27 minutes if she travels at her usual speed? Right. Traveling at 3/5 of her usual speed. Okay. 3/5 of her usual speed എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പീഡ് 5 ആണെങ്കിൽ ഇപ്പൊ സഞ്ചരിക്കുന്നത് 3-ലാണ്. അതാണ് 3/5 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശരിക്കും സിമ്രാന്റെ വെലോസിറ്റിന്റെ റേഷ്യോ എന്താ? ആദ്യം 5 ആയിരുന്നെങ്കിൽ ഇപ്പൊ 3 ആയിട്ട് കുറഞ്ഞു. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടൈം എന്താവും? 3:5 ആവും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 42 കിലോമീറ്റർ 35 മിനിറ്റിലാണ് പോകുന്നത്. വാട്ട് ഡിസ്റ്റൻസ് വിൽ സിമ്രാൻ കവർ ഇൻ 27 minutes if she travels at her usual speed? എത്ര കിട്ടും? എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞേ. ഇവിടെ 35 അല്ലേ. അതാ 35 മിനിറ്റിലാണ് ഇപ്പൊ എത്തുന്നത്. അപ്പൊ നോക്കിയേ, ടൈം എന്ന് പറഞ്ഞാൽ 3:5 ആണ്. ഇപ്പൊ 35, ഈ 5 യൂണിറ്റ് ആണ് 35. അപ്പൊ 3 യൂണിറ്റ് എത്രയാ? ഇവിടെ നോക്കി 5 × 7 അല്ലേ 35. 3 × 7 21. അപ്പൊ ശരിക്കും ഒരു മിനിറ്റ്, ശരിക്കും നോക്കിയേ. എന്ത് പറ്റിയത്? റെഡ് കളറിലാണ് വരുന്നത്. ഒരു മിനിറ്റ്, സോറി. ഓക്കെ, നോക്കുക. അതായത് ഇപ്പോ സ്പീഡ് കുറച്ചത് കൊണ്ട് 35 മിനിറ്റിലാണ് എത്തുന്നത്. ശരിക്കും എത്തേണ്ടത് എത്രയാണ്? 21 മിനിറ്റിലാണ് കേട്ടോ. അതായത് ഈ 42 കിലോമീറ്റർ സഞ്ചരിക്കാൻ 21 മിനിറ്റ് എടുക്കുന്നുണ്ട്. 42 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? 21 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയോ ചോദ്യം എന്താ?
വാട്ട് ഡിസ്റ്റൻസ് വിൽ സിമ്രാൻ കവർ ഇൻ 27 minutes ഇഫ് ഷീ ട്രാവൽസ് അറ്റ് ഹർ യൂഷ്വൽ സ്പീഡ്? ഇനി ചോദ്യം ഇതാണ്, ഇയാൾ സിമ്രാന്റെ യൂഷ്വൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ചോദ്യം 27 മിനിറ്റ് കൊണ്ട്. അതായത് സിമ്രാൻ യൂഷ്വൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ 21 മിനിറ്റിൽ 42 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, 27 മിനിറ്റിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ആ ടൈം റേഷ്യോ കിട്ടിയെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കേസ് എന്തായി മാറി? ഇത് വെലോസിറ്റി സെയിം ആണ് അല്ലെ? കാരണം ഇവിടെ 21 മിനിറ്റിൽ 42 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ 27 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? നേരെ ഡബിൾ നോക്കി, 21 ഡബിൾ അല്ലേ 42. അപ്പൊ 27 ഡബിൾ 54 കിലോമീറ്റർ സഞ്ചരിക്കും. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഇവിടെ ടൈമിന്റെ റേഷ്യോ അല്ലെങ്കിൽ വെലോസിറ്റിന്റെ റേഷ്യോ എന്തിനെ ആയിരിക്കും? വെലോസിറ്റിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും ടൈമിന്റെ റേഷ്യോയും വരിക. കാരണം ഇത് രണ്ട് കേസാണ്. ഇതൊരു കേസ്. ഈ കേസ് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ യൂഷ്വൽ ടൈം കിട്ടി. യൂഷ്വൽ ടൈം 21 മിനിറ്റ് ആണ്. ഈ 21 മിനിറ്റ് കൊണ്ടാണ് 42 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. ഇനി ചോദ്യം അതേ സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ 27 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്കറിയാം 21 മിനിറ്റ് 42 കിലോമീറ്റർ, നേരെ ഡബിൾ. അപ്പൊ 27 മിനിറ്റ് 54 കിലോമീറ്റർ. ഇനി 36 മിനിറ്റിലാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യും? 36 മിനിറ്റിൽ എത്ര പോകുന്ന ചോദിച്ചെങ്കിൽ 36ന്റെ ഡബിൾ എത്രയാ? 72 കിലോമീറ്റർ കേട്ടോ. ജസ്റ്റ് ഫുൾ പ്യുവർ ലോജിക് ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാണ് CNN കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത്. Madhav he started her journey by at 9:25 AM and covered 24% of the distance by 9:39:24 AM. At what time will she reach her destination if she continues at the same speed? ചോദ്യം എന്താ? 9:25 ജേർണി സ്റ്റാർട്ട് ചെയ്തു. 9:39 24 സെക്കൻഡും ആയപ്പോൾ എവിടെത്തി? 24% ജേർണി കവർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം സ്പീഡിൽ പോവുകയാണെങ്കിൽ എപ്പോഴാണ് ഈ ജേർണി കവർ ചെയ്യുക എന്ന ചോദ്യം. എങ്ങനെ ചെയ്യത്? ഇവിടെ നോക്കിയേ, ഇവിടെ 24% കവർ ചെയ്യാൻ എത്ര സമയം എടുത്തു ആദ്യം നോക്കുക. 24% കവർ ചെയ്യാൻ എത്ര സമയം എടുത്തു നോക്കിയേ. 9:25 തുടങ്ങിയിട്ട് 9:39 24 എത്ര സമയം എടുത്തു ടോട്ടൽ? അല്ലെങ്കിൽ എല്ലാം സെക്കൻഡിലോട്ട് മാറ്റി, അതാ നല്ലത്. 9:25 മുതൽ 9:39 എന്ന് പറഞ്ഞാൽ 14 മിനിറ്റ് ആയി അല്ലെ? 14 മിനിറ്റും പിന്നെ 24 സെക്കൻഡ്. അതായത് 14 മിനിറ്റ് 24 സെക്കൻഡ് കൊണ്ട് 24% ജേർണി കവർ ചെയ്തു. അപ്പൊ 14 മിനിറ്റ് നമുക്കറിയാം, 14 × 60 എത്രയാണ്? 840. 840 24 എന്ന് പറഞ്ഞാൽ 864 സെക്കൻഡ്. ജസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒരു യൂണിറ്റോട്ട് മാറ്റിയതാണ്. 24% കവർ ചെയ്യാൻ 864 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണ് ചോദ്യം ഇതാണ്, 100 സെക്കൻഡ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. കറക്റ്റായിട്ട് ചെയ്തുകൂടെ? നോക്കിയേ, 24 ജേർണിന്റെ 24% കവർ ചെയ്യാൻ 864 സെക്കൻഡ് എടുത്തെങ്കിൽ 1% കവർ ചെയ്യാൻ നമുക്കറിയാം 864/24 ആണ്. 1% കവർ ചെയ്യാൻ ഇത്ര സമയം വേണം അല്ലെ? ഇനിയോ 100% കവർ ചെയ്യാനോ? ഇൻറ്റു 100 വേണം കേട്ടോ. അപ്പൊ ഇത്ര സെക്കൻഡ് കൊണ്ടാണ് ആ ജേർണി മൊത്തം ഇയാൾ കവർ ചെയ്യുക. എത്ര സെക്കൻഡ് അത് പറഞ്ഞേ? 24 കട്ട് ചെയ്ത് 24 കട്ട് ചെയ്താൽ 72 വരെ 3 പോകും. പിന്നെ ബാക്കി എന്താണ്? 144. 144 എത്ര? 24 പോകും. 144 6 പോകും. 36 × 100 3600 സെക്കൻഡ്. അതായത് ഈ ജേർണി കവർ ചെയ്യാൻ 3600 സെക്കൻഡ് എടുക്കും. 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 3600 സെക്കൻഡ്. സെക്കൻഡ് മിനിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. എത്ര കിട്ടും? 60/60 പോയി ബാക്കി 360/6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 60 മിനിറ്റ്. അപ്പൊ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജേർണി കവർ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാർട്ട് ചെയ്തത് 9:25 ഈ ജേർണി കവർ ചെയ്യുന്ന എത്ര സമയത്തായിരിക്കും? 10:25 ഓപ്ഷൻ എ ആണ് ആൻസർ വരിക കേട്ടോ. മനസ്സിലായോ? ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് റേഷ്യോയുടെ ചോദ്യമായിട്ട് കേട്ടത്. ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ചോദ്യമാണെന്ന് വെച്ചാൽ അല്ല, റേഷ്യോന്റെ ചോദ്യമാണ്. 24% ജേർണി വെറുതെ കാൽക്കുലേഷൻ മാത്രം കുറച്ച് അറിയണം. 24% 864 സെക്കൻഡിലാണെങ്കിൽ 100% 3600 സെക്കൻഡിലാണ് കവർ ചെയ്യുന്നത്. 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് ശരിക്കും കേട്ടോ. അപ്പൊ 9:25 സ്റ്റാർട്ട് ചെയ്ത ഒരു ജേർണി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 10:25 കവർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ എന്ന് പറഞ്ഞ്. ബാക്കി പ്യുവർ കാൽക്കുലേഷൻ ആണ്. ലോജിക്ക് മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ്. ഓക്കെ, ക്ലിയർ ആണല്ലേ? റോഷിൻ ഓക്കെ, ക്ലിയർ. ബാക്കിയുള്ളവര് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത്. Excluding stoppages, the speed of a bus is 45 km and including stoppages, it is 27 km/h. For how many minutes does the bus stop per hour? അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് SSC RRB പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇത്രേ ഉള്ളൂ,
എക്സ്ക്ലൂഡിംഗ് സ്റ്റോപ്പേജ്. സ്റ്റോപ്പേജ് ഒന്നും ഇല്ലാതെ നോക്കുകയാണെങ്കിൽ ബസ്സിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 45 km/h ആണ്. അതെ, സ്റ്റോപ്പേജ് എവിടെയും സ്റ്റോപ്പേജ് ഒന്നും നോക്കുന്നില്ല കേട്ടോ, 45 km/h ആണ്. പക്ഷെ ഈ സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താ, നിർത്തിയിടുകയാണ്. അപ്പൊ അവിടെ സമയം കൂട്ടുന്നുണ്ട്. സമയം കൂടുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം സമയത്തിൽ ആ സമയം നിർത്തിയിരുന്ന സമയം വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ ടോട്ടൽ വെലോസിറ്റി നോക്കുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കുറഞ്ഞു വരും. പക്ഷെ നിർത്തിയിരുന്ന സമയം സ്റ്റോപ്പേജ്, ആ സ്റ്റോപ്പേജ് സമയം കൂട്ടുന്നില്ലെങ്കിൽ വെലോസിറ്റി എന്താണ്, 45 km/h ആണ്. പക്ഷെ സ്റ്റോപ്പേജ് സമയം കൂട്ടിയാൽ 27 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സമയം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെന്ന ചോദ്യം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് കാണാൻ ഡയറക്റ്റ് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ഡിഫറൻസ് ഇൻ സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് കേട്ടോ. ഇതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ലോജിക്കലി ചെയ്യാം. പക്ഷെ എന്നാലും ഒറ്റടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചു. ഡിഫറൻസ് ഇൻ സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. ഇവിടെ ഡിഫറൻസ് ഇൻ സ്പീഡ് എത്രയാ നോക്കിയേ. ഡിഫറൻസ് ഇൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ 45 - 27 എന്ന് പറഞ്ഞാൽ 18 ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് എത്രയാണ്, വിത്തൗട്ട് സ്റ്റോപ്പേജ് 45 ആണ്. എത്ര കിട്ടും, 45. 18/45 എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയാൽ 2/5 ആണ്. ഇത്ര മണിക്കൂറാണ് എടുക്കുക കേട്ടോ. 2/5 hours ആണ് എടുക്കുക. നിങ്ങൾക്ക് അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇൻറ്റു 60 കൊടുത്താൽ മതി. കിട്ടും 2 × 60 ആണ് 120/5 എന്ന് പറഞ്ഞാൽ കിട്ടും 24 മിനിറ്റ് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ഈ ഒരു ബസ് 1 മണിക്കൂർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 36 മിനിറ്റ് ട്രാവൽ ചെയ്യും, ബാക്കി 24 മിനിറ്റ് എന്താണ്, ബ്രേക്ക് ആണ് കേട്ടോ. അതാണ് ഇവിടുത്തെ സ്റ്റോപ്പേജ് ടൈം. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള ലോജിക് കാര്യങ്ങൾ അങ്ങനെ നോക്കണ്ട, ഇക്വേഷൻ അതുപോലെ ഓർത്തു വെച്ചോ. ഇനി ബാക്കി ലോജിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് ജസ്റ്റ് വെലോസിറ്റി ഡിസ്റ്റൻസ് ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് ആക്കി എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചോദിച്ച ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇക്വേഷൻ പോലെ പഠിച്ചു എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ് ഇൻ സ്പീഡ് ഡിവൈഡഡ് ബൈ ട്രെയിൻ വിത്തൗട്ട് സ്റ്റോപ്പേജ്. ഓക്കെ ആണോ? എന്നാൽ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ തരാം, അതിന്റെ ആൻസർ കൂടെ ഒന്ന് പറഞ്ഞേ. വിത്തൗട്ട് സ്റ്റോപ്പേജ് ഒരു ട്രെയിനിന്റെ സ്പീഡ് 60 km/h ആണ്. വിത്ത് സ്റ്റോപ്പേജ് 48 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം തന്നെ, ഹൗ മെനി മിനിറ്റ്സ് ഡസ് ദ ബസ് സ്റ്റോപ്പ് പെർ അവർ? ഇതൊന്ന് പറഞ്ഞേ. ഈ ചോദ്യത്തിൽ 45 - 27 പകരം 60 - 48 ആണ്. അങ്ങനെയാണ് ആൻസർ എന്ന് പറഞ്ഞേ, കമന്റ് ചെയ്തേ. എത്ര മിനിറ്റ് ഒരു മണിക്കൂറിൽ ഇയാൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് പറഞ്ഞേ. ഇക്വേഷൻ നോക്കിക്കോതാ, ഡിഫറൻസ് ഇൻ സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. എത്ര കിട്ടും? അതെ, ആതിര, ആസ്പിരന്റ്, അബിൻ, ശരത് എല്ലാവരും 12 എന്ന് പറയുന്നില്ലേ. എങ്ങനെ കിട്ടും? 12 എങ്ങനെ കിട്ടിയ? നമുക്ക് വേണ്ട ഡിഫറൻസ് ഇൻ സ്പീഡ് ആണ്. ഡിഫറൻസ് സ്പീഡ് എത്രയാണ്? 12 അല്ലേ. ഡിവൈഡഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് എത്രയാണ്? 60 ആണ്. ഇത്ര അവേഴ്സ് ആണ്. മിനിറ്റിലേക്ക് ആക്കണമെങ്കിൽ ഒരു ഇൻറ്റു 16 കൂടെ കൊടുത്താൽ മതി. അപ്പൊ 16 പോയാൽ ബാക്കി 12 മിനിറ്റ് ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ അല്ലേ? എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു മിനിറ്റ്. ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ചെയ്ത് നോക്കിയേ, ഇതെങ്ങനെ ചെയ്യാം. അത് പല ഷിഫ്റ്റുകളായിട്ട് പല പരീക്ഷക്കായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ നോക്കിയേ. ആൻ എക്സ്പ്രസ് ട്രെയിൻ ട്രാവൽഡ് at an average speed of 100 km/h, stopping for 3 minutes after every 75 km. How much time it took the express train to travel 600 km? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ട്രെയിനിന്റെ സ്പീഡ് 100 km/h ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ട്രെയിൻ ഓരോ 75 km പോകും തോറും 3 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 600 km സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞേ. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ സ്റ്റോപ്പേജ് ഒന്നും ഇല്ലെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞേ. സ്റ്റോപ്പേജ് ഒന്നും ഇല്ലെങ്കിൽ എത്ര സമയം എടുക്കും? 600 km സഞ്ചരിക്കണം. വെലോസിറ്റി എത്രയാണ്? 100 km/h ആണ്. ഒന്ന് പറഞ്ഞേ. ഇവിടെ സ്റ്റോപ്പേജ് ഒന്നും ഇല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് എത്താൻ പറ്റും? സ്റ്റോപ്പേജ് ഒന്നും ഇല്ലെങ്കിൽ 600 km 100 km/h സഞ്ചരിച്ചാൽ ഏത് സമയം കൊണ്ട് എത്താൻ പറ്റും? അഭിജിത്ത് ഗോപിനാഥ് ബി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നോക്കുക, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. സ്റ്റോപ്പേജ് ഇല്ലെങ്കിൽ, ഈ സ്റ്റോപ്പേജ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് 600 km എത്ര സമയം കൊണ്ട് എത്താൻ പറ്റും എന്ന് പറഞ്ഞേ. അതെ, ജസ്ന ജോസ് പറഞ്ഞിട്ടുണ്ട് 360 മിനിറ്റ് അല്ലേ. നമുക്കറിയാം എത്രയാ ടൈം കാണുമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. ഡിസ്റ്റൻസ് 600 ആണ്, വെലോസിറ്റി 100 ആണ്. 600/100 എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 360 മിനിറ്റ്. ഓക്കെ, 360 മിനിറ്റ്.
ഇതിൽ എത്തേണ്ട ട്രെയിൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ഓരോ 75 കിലോമീറ്റർ പോകും തോറും ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? 3 മിനിറ്റ് വെച്ച് നിർത്തുന്നുണ്ട്. അപ്പൊ ആദ്യം 75-ല് ഒരു 3 മിനിറ്റ്, പിന്നെ 150-ല്, പിന്നെ 225-ല്, പിന്നെ 300-ല്. നിങ്ങൾക്ക് എത്ര എടുത്തു? പിന്നെ 375, പിന്നെ 450, പിന്നെ 525, പിന്നെയോ പിന്നെ അടുത്ത 75 എന്ന് പറഞ്ഞാൽ 600-ലാണ്. അവിടെ പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി എത്തി. അപ്പൊ ഇവിടെയൊക്കെ ഓരോ 3 മിനിറ്റ് ഇയാൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നോക്കി എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 സ്ഥലത്ത് ഇയാൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റോപ്പിൽ എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട്? 3 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ 7 സ്റ്റോപ്പിൽ 3 മിനിറ്റ് വെച്ച് 7 × 3 21 മിനിറ്റ് ഇയാൾ സ്റ്റോപ്പേജിനും എടുക്കുന്നുണ്ട്. 360 ഇയാൾ ട്രാവൽ ചെയ്യാനും എടുക്കുന്നുണ്ട്. അപ്പൊ ആൻസർ എന്താ? 360 പ്ലസ് 21 പറഞ്ഞാൽ 381 ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ അഭിജിത്ത് 384 അല്ല, കാരണം നമ്മൾ നോക്കുമ്പോൾ 600/75 എടുക്കുമ്പോൾ 8 പാർട്ട് കിട്ടും. പക്ഷെ അതിൽ ഒരു പാർട്ട് കിടക്കാൻ നോക്കിയാൽ ലാസ്റ്റ് ആണ്. 525 ഞാൻ പിന്നെ അടുത്ത 600-ആണ്. ഇവിടെ പിന്നെ ഇയാൾ അത്ര നേരം നിർത്തിയിട്ടാലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി ഡെസ്റ്റിനേഷനിൽ എത്തി. ഇനിയിപ്പോ 3 മിനിറ്റോ 10 മിനിറ്റോ നിർത്തിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഇത് കൂട്ടാൻ പാടില്ല. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് എന്തുണ്ടാവുക? സ്റ്റോപ്പേജ് ഉണ്ടാവുക കേട്ടോ. 75-ൽ 3 മിനിറ്റ്, പിന്നെ 150, 225, 300, 325, ഇവിടെയൊക്കെ ഈ 7 സ്ഥലങ്ങളിൽ ഒരു 3 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ടോട്ടൽ 21 മിനിറ്റ് സ്റ്റോപ്പും ചെയ്യും, 360 മിനിറ്റ് യാത്രയും ചെയ്യും. ടോട്ടൽ 381 മിനിറ്റ് ആണ് ഇയാൾ ഈ 600 കിലോമീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ ആണോ? നമ്മൾ കുറച്ച് നല്ല കുറച്ച് ബേസിക് ക്വസ്റ്റ്യനും കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യനും ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ കുറച്ച് ചോദ്യങ്ങളും, പിന്നെ ട്രെയിൻ പ്രോബ്ലംസും, പിന്നെ ഇതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും മനസ്സിലായോ എന്ന് പറഞ്ഞേ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? തുടക്കത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്കും നോക്കുക. പ്രത്യേകിച്ച് ആ ഡിസ്റ്റൻസ് സെയിം ആവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും മനസ്സിലായോ? കുറച്ച് ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. വേറെ ഓപ്ഷൻ നമുക്കില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.